നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഇംഗിതവുമൊക്കെ പരിശോധിച്ചാൽ മുസ്ലിം ലീഗ് എന്നത് ഒരു കേവല രാഷ്ട്രീയ പ്രസ്ഥാനമല്ല എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ അത് ലോകം മുഴുവൻ വ്യാപിക്കണമെന്നും നമ്മൾ ആഗ്രഹിക്കുന്നു. കാരണം അതൊരു മനുഷ്യ സ്നേഹമാണ്, അത് കരുണയാണ്, അത് ആർദ്രതയാണ്, അത് സഹാനുഭൂതിയാണ്. മനുഷ്യൻ്റെ സങ്കടങ്ങളെ ആ സങ്കടങ്ങൾ ഒപ്പിയെടുക്കാൻ കഴിയുന്ന ഒരു വലിയ ആശയമാണ്. അർദ്ധചന്ദ്രതാരാങ്കിതമായ ഹരിത പതാകയും ഒരു പ്രസിഡന്റും സെക്രട്ടറിയുമൊക്കെയുള്ള ഒരു സ്ട്രക്ചറിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. മുസ്ലിം ലീഗ് എന്ന ആശയത്തെക്കുറിച്ചാണ്. ആ ആശയം ഈ സ്ട്രക്ചറുകൾക്കൊക്കെ അപ്പുറത്ത് മനുഷ്യരുള്ള എല്ലായിടത്തും ഉണ്ടാവേണ്ടതാണ്, ജീവജാലങ്ങളുള്ള എല്ലായിടത്തും ഉണ്ടാവേണ്ടതാണ്. ആ അർത്ഥത്തിലാണ് മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തെ നമ്മൾ കാണേണ്ടത്. കേരളത്തിൽ ജീവിക്കുന്ന നമുക്ക് കേരളത്തിൻ്റെ സാമൂഹ്യമായ പരിതോവസ്ഥയെ അറിയുന്ന നമുക്ക് എന്താണ് മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ നിർവഹിച്ചിട്ടുള്ള ദൗത്യമെന്ന് അറിയാൻ ഒരുപാട് ആലോചിക്കേണ്ടി വരുന്നു. മറ്റെല്ലാ രാഷ്ട്രീയമായിട്ടുള്ള വികസനപരമായിട്ടുള്ള പുരോഗതിയുടെയും നേട്ടങ്ങളുടെയും ഒക്കെ അപ്പുറത്ത് കേരളത്തിൻ്റെ ഒരു സാമൂഹ്യാവസ്ഥയുണ്ട്. വ്യത്യസ്ത മതങ്ങളും ജാതിയും മനുഷ്യരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു സാമുദായിക സൗഹാർദ്ദത്തിൻ്റെയും നന്മയുടെയും ഒരു ചിന്തയുണ്ട് കേരളക്കരയിൽ. നമുക്കറിയാം എങ്ങനെയാണ് അത് രൂപപ്പെട്ടു വന്നത്, എന്താണ് അതിനകത്ത് മുസ്ലിം ലീഗിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. 1948 മദിരാശിയിലെ രാജാജി ഹാളിൽ രൂപീകൃതമാകുന്ന മുസ്ലിം ലീഗ് 48 മുതൽ ദീർഘകാലമുള്ള 6.5 പതിറ്റാണ്ട് കാലമുള്ള അതിൻ്റെ ചരിത്രയാത്രയിൽ ലീഗ് സ്വീകരിച്ചതോ ലീഗ് കണ്ടെത്തിയതോ ആയ ആശയമാണോ മുസ്ലിം ലീഗ് കൊണ്ടുപോകുന്നത്? അതല്ല. മുസ്ലിം ലീഗ് എന്ത് നിലപാട് സ്വീകരിച്ചു എന്നറിയുന്നവർ കേരളത്തിൻ്റെ ഒരുപാട് പിറകിലേക്കുള്ള ചരിത്രത്തിലേക്ക് പോകണം. സൈനുദ്ദീൻ മക്തൂമിന്റെ ചരിത്രത്തിലേക്ക്, കോഴിക്കോട്ടെ ഖാലി മുഹമ്മദിന്റെ ചരിത്രത്തിലേക്ക്. ആരാണ് സൈനുദ്ദീൻ മക്തൂം? മഹാനായ സൈനുദ്ദീൻ മക്തൂമിന്റെ വിശ്വപ്രസിദ്ധമായ പുസ്തകമുണ്ട്. ആ പുസ്തകത്തെ പലപ്പോഴും ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട്, പ്രത്യേകിച്ച് ചെറുപ്പക്കാരോട്, വിദ്യാർത്ഥികളോട് പറയാറുണ്ട്. സൈനുദ്ദീൻ മക്തൂമിനെ പഠിക്കുകയും ഖാലി മുഹമ്മദിനെ പഠിക്കുകയും അവരുടെ ലോകത്തിലെ വിശ്വോത്തരമായ സംഭാവനകളെക്കുറിച്ച് തുഫത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ, ഫത്ഹുൽ മുഈൻ എന്ന് പറയുന്ന വിശ്വപ്രസിദ്ധമായ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന്റെ രചയിതാവ് എഴുതിയ കൊച്ചു പുസ്തകമാണ് അദ്ദേഹത്തിന്റെ തുഫത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന പുസ്തകം. ആ പുസ്തകം ആരംഭിക്കുന്നത് ജിഹാദിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ആ പുസ്തകത്തിൽ ഉടനീളം പറയുന്നത് നിങ്ങൾ ജിഹാദ് നിർവഹിക്കണമെന്നാണ്, നിങ്ങൾ ഷഹീദാവണമെന്നാണ്. വിശ്വാസികളോട് പറയുന്നത് നിങ്ങൾ ജിഹാദ് നിർവഹിച്ചാൽ, നിങ്ങൾ ഷഹീദായാൽ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ നിങ്ങൾക്ക് കടക്കാൻ പിന്നെ പ്രയാസമുണ്ടാവില്ല. പക്ഷേ ഷഹീദുകൾക്ക് സ്വർഗത്തിൽ കടക്കുക മാത്രമല്ല, സ്വർഗം ആനന്ദതുല്യമാണ്, മനോഹരമാണ്. ആ സ്വർഗത്തിൽ പക്ഷേ ഷഹീദുകൾ പറവകളെ പോലെ പറന്നു നടക്കുന്ന ഏറ്റവും മഹോന്നതരാണ്. അതുകൊണ്ട് നിങ്ങൾ ജിഹാദ് നിർവഹിക്കണം. ആർക്കു വേണ്ടിയാണ്? ആ പുസ്തകം വായിച്ചങ്ങനെ പോകുമ്പോൾ അതിൻ്റെ അവസാനത്തിൽ ഒരുപക്ഷെ നമ്മളെ ത്രസിപ്പിക്കുന്ന ഒരു അവസാനമുണ്ടതിന്. അതെന്താണെന്നറിയുന്നു? നിങ്ങൾ ജിഹാദ് നിർവഹിക്കേണ്ടത് സാമൂതിരി രാജാവിന് വേണ്ടിയാണ്. സാമൂതിരിയുടെ ഭരണം നിലനിർത്താൻ വേണ്ടിയാണ്. ഹിന്ദുവായ സാമൂതിരിക്ക് വേണ്ടി നിങ്ങൾ ഷഹീദാവണമെന്ന്, നിങ്ങൾ ജിഹാദ് നിർവഹിക്കണമെന്ന്. ആ ഷഹീദിന്റെ പുണ്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തുഫത്തുൽ മുജാഹിദീൻ അവസാനിപ്പിക്കുന്നു മഹാനായ സൈനുദ്ദീൻ മക്തൂം. സാമൂതിരി രാജാവിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വെള്ളിയാഴ്ച പള്ളികളിലേക്ക് കത്തുകൊടുത്തയച്ചു മഹാനായ ഖാലി മുഹമ്മദ്. ഫത്ഹുൽ മുബീനിന്റെ അത് വായിക്കുന്നവർക്കറിയാം. ഇതുപോലെ തന്നെയാണ്
സാമൂതിരി എന്ന ഹിന്ദു രാജാവിന് വേണ്ടി നിങ്ങൾ പള്ളികളിൽ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് കത്ത് കൊടുക്കുക 2014. അതുപോലെ കോഴിക്കോട്ടെ ഖാദി അന്ന് വലിയ അധികാരവൃന്ദമുണ്ടായിരുന്ന ഖാദിയല്ല, ചെറിയ അധികാരവൃന്ദമുള്ള ഇന്നത്തെ ഒരു ഖാദി ഒരു കത്ത് കൊടുക്കട്ടെ, ഒരു ഹിന്ദു ഭരണാധികാരിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. പുരോഗമിച്ചു എന്ന് പറയുന്ന, ഒരുപാട് മുമ്പിൽ നിൽക്കുന്നു എന്ന് പറയുന്ന നമുക്ക് സാധിക്കില്ല. ഹിന്ദുവായ സാമൂതിരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. സാമൂതിരി ആവട്ടെ, കോഴിക്കോട്ടെ മുച്ചുന്തിപ്പള്ളിയിൽ പോയാൽ നിങ്ങൾക്ക് കാണാം. മുച്ചുന്തിപ്പള്ളിയുടെ അവിടെ ഒരു ശിലാലിഖിതമുണ്ട്. അത് സാമൂതിരി രാജാവിന്റെ ഉത്തരവാണ്. അതിൽ പറയുന്നത് ഈ പള്ളി മുസ്ലിങ്ങൾക്ക് നമസ്കരിക്കാനുള്ളതാണ്. ഈ പള്ളിയുടെ നടത്തിപ്പിന് വേണ്ടി പുളിക്കലിലും കുന്നമംഗലത്തുമുള്ള ഇത്ര ഏക്കർ ഭൂമി വിട്ടുകൊടുത്തിരിക്കുന്നു. കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷം രൂപപ്പെട്ടു വന്നതിനെ കുറിച്ച് ചെറുതായി സൂചിപ്പിക്കാനാണ് ഞാനിത് പറയുന്നത്. ഖാലി മുഹമ്മദിന്റെയും സൈനുദ്ദീൻ മക്തൂമിന്റെയും സാമൂതിരി രാജാവിന്റെയും ഒക്കെ ഒരു മഹിതമായ പാരമ്പര്യമുണ്ട് മലയാളിക്ക്. ആ പാരമ്പര്യത്തിന്റെ വേര് തൊട്ട് തന്നെയാണ് ഒരുപക്ഷെ അതിന്റെ പിന്മുറക്കാരായി കേരളക്കരയിലെ മുസ്ലിം ലീഗ് രാഷ്ട്രീയവും അതിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തത്. മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടി ഏറ്റെടുത്ത ഉത്തരവാദിത്തം സാമുദായികമായിട്ടുള്ള സൗഹൃദത്തിന്റെ തന്നെയാണ്. സാമുദായിക സംഘാടനം നിങ്ങൾ ഓർത്തു നോക്കുക. സാമുദായിക സംഘാടനത്തെ കുറിച്ച് പറയുന്നിടത്ത് ചെറുപ്പക്കാർ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. KMCC, കേരള മുസ്ലിം കൾച്ചറൽ സെന്റർ, നമ്മുടെ നാട്ടിൽ MSF, മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ, മുസ്ലിം ലീഗിനെ വിമർശിക്കുന്നവർ പറയാറുണ്ട്. ഒരുപക്ഷെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പോലും ഒരിക്കൽ ഇസ്മായിൽ സാഹിബിനോട് ചോദിക്കുന്നുണ്ട്, മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്, നിങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകും, പക്ഷെ ലീഗ്, മുസ്ലിം ലീഗ് എന്ന ഒരു വാക്ക് നിങ്ങൾക്ക് മാറ്റിവെച്ചുകൂടെ? ചെറുപ്പക്കാർക്ക് പലപ്പോഴും സംശയം ഉണ്ടാകാറില്ലേ? ഞാൻ ചോദിക്കട്ടെ, ലീഗ് ശരിയാണ്, ബൈത്തുറഹമുഷാവാണ്, KMCC തരക്കടില്ലാത്തതാണ്, കുടിവെള്ള പദ്ധതി ഗംഭീരമാണ്, എന്നാലും മുസ്ലിം ലീഗ് എന്ന് മാറ്റിയിട്ട് വേറെന്തെങ്കിലും ഒരു പേര് തോന്നാറില്ലേ? ഇതൊരു ശാസ്ത്രമാണ്, ഒരു ജനാധിപത്യ പ്രക്രിയയിലെ ഒരു ശാസ്ത്രമാണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനോട് കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലുള്ള ആശയ സമരത്തിന്റെ കാലം കഴിഞ്ഞതിന് ശേഷം മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ പാർലമെന്റ് പ്രസംഗം ഐക്യരാഷ്ട്രസഭയിൽ ഉദ്ധരിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. അത് കഴിഞ്ഞ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മുഹമ്മദ് ഇസ്മായിൽ സാഹിബിനോട് പറയുന്നുണ്ട്, ഇസ്മായിൽ സാഹിബെ, മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാൻ ഞങ്ങൾ ഒരുക്കമാണ്, അത് പരിഹരിക്കപ്പെട്ടു എന്ന് തോന്നുന്ന നിമിഷം നിങ്ങൾക്ക് മുസ്ലിം ലീഗ് പിരിച്ചുവിട്ടുകൂടെ? ഇസ്മായിൽ സാഹിബിന്റെ മറുപടി ഇതാണ്, പ്രിയപ്പെട്ട പ്രധാനമന്ത്രി, അങ്ങ് എന്തിനാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ കാര്യം നോക്കാൻ മറ്റൊരു രാജ്യം ഇടപെടേണ്ട, ഞങ്ങൾക്കാകും എന്ന് ഇന്ത്യയുടെ പാർലമെന്റിൽ ഞാൻ നടത്തിയ പ്രസംഗം അങ്ങ് എന്തിനാണ് ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ ഉദ്ധരിച്ചത്? അങ്ങയുടെ വാക്കുകൾക്ക് ബലം കുറവായതുകൊണ്ടാണോ? അല്ല, ഇന്ത്യയിലെ മുസ്ലിങ്ങളെ കുറിച്ച് പറയേണ്ടത് മുഹമ്മദ് ഇസ്മായിലാണ് എന്ന് പറയുമ്പോൾ ഫലമുള്ളത് കൊണ്ടാണ്. നാളെ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങൾ മുഴുവൻ നിങ്ങൾ പരിഹരിച്ചാൽ ലോകത്തോട് അത് വിളിച്ചു പറയേണ്ടത്, ലോകം അത് വിശ്വസിക്കുക ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു പറഞ്ഞാലല്ല. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ഖായിദ് മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് പറയുമ്പോഴാണ്, ഇസ്മായിൽ പറയുമ്പോഴാണ്. അമേരിക്കയിലെ മുസ്ലിങ്ങൾക്ക് പ്രശ്നങ്ങളിൽ എന്ന് പറയേണ്ടത് അമേരിക്കയുടെ ഭരണാധികാരി ഒബാമയല്ല, അമേരിക്കയിലെ മുസ്ലിങ്ങളാണ്. പാകിസ്ഥാനിലെ മുസ്ലിങ്ങൾക്ക് ഹിന്ദുക്കൾക്ക് പ്രശ്നങ്ങളില്ല എന്ന് പറയേണ്ടത് പാകിന്റെ ഭരണകൂടമല്ല, പാക്കിലെ ഹിന്ദു സംഘടനകളാണ്. ലോകത്തിലെ ഏതൊരു മൈനോറിറ്റിയും അവർക്ക് പ്രശ്നങ്ങളിൽ എന്ന് പറയുന്നത് അവിടുത്തെ ഭരണകൂടമല്ല, ആ മൈനോറിറ്റിയാണ്. ഇന്ത്യ മഹാരാജ്യത്ത് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സാങ്കത്യം എന്ത് എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇസ്മായിൽ സാഹിബിന്റെ ഈ ഉത്തരമെന്ന് പറയുന്നത്. അതിനാണ് ലീഗ് രാഷ്ട്രീയ പാർട്ടി ജനാധിപത്യ പ്രക്രിയയിൽ മൈനോറിറ്റി എന്ന് പറയുന്നത്. ജനാധിപത്യ പ്രക്രിയയിൽ മാത്രമല്ല, ലോകത്തിലെവിടെയും മൈനോറിറ്റി ഇൻസെക്യൂറാണ്. അത് അവരുടെ മാനസികമായ ഒരു പ്രശ്നമാണ്. എവിടെയും, അത് അമേരിക്കയിലെ മുസ്ലിങ്ങളാവട്ടെ, പാകിസ്ഥാനിലെ ഹിന്ദുക്കളാവട്ടെ, എവിടെയും ഇൻസെക്യൂറായ ഒരു കമ്മ്യൂണിറ്റിയാണ് മൈനോറിറ്റി എന്ന് പറയുന്നത്. അവർക്കിടയിൽ തീവ്രവാദം സുഖമാണ്, അവർക്കിടയിൽ ഫാഷിസം സുഖമാണ്, അവർക്കിടയിൽ ഭീകര പ്രവർത്തനങ്ങൾ സുഖമാണ്. അത്തരം ഒരു മൈനോറിറ്റിയെ വളരെ ശാസ്ത്രീയമായി രാജ്യത്തിന്റെ മുഖ്യധാരയിൽ നിർത്തുന്ന ഒരു പ്രവർത്തനമാണ് ലീഗ് രാഷ്ട്രീയ പാർട്ടി ചെയ്യുന്നത്. അതെന്താണ്? മൈനോറിറ്റിയെ ഒരുമിപ്പിച്ച് നിർത്തുക, അവരോട് നിങ്ങളുടെ കൂട്ടായ്മക്ക് ഫലമുണ്ടെന്ന് പറയുക,
മൈനോറിറ്റിയുടെ അവകാശങ്ങളെ ഭൂരിപക്ഷത്തിന്റെ പിന്തുണയോടുകൂടി നടത്തിക്കൊടുത്തു കാണിച്ചു കൊടുക്കുക. ഇതൊരു ശാസ്ത്രമല്ലേ? ഇതൊരു ശാസ്ത്രമല്ലേ? കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റി കൈവരിച്ചു എന്ന് പറയുന്ന അവകാശങ്ങൾ 20 MLA ഏറ്റവും കൂടുതലുള്ള ഈ കാലത്ത് പോലും ലീഗിന്റെ മാത്രം എടുത്തുകൊണ്ടാണോ? അംഗബലം കൊണ്ടാണോ? വോട്ട് കൊണ്ടാണോ? അങ്ങനെ വിശ്വസിക്കാൻ കഴിയുമോ നിങ്ങൾക്ക്? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റി നേടിയെടുത്ത നേട്ടങ്ങൾ എന്ന് പറയുന്നത് മുഴുവൻ കേരളത്തിലെ മതേതര സമൂഹത്തിന്റെ പിൻബലത്തോടുകൂടി നേടിയതാണ്. അതാണ് പ്രത്യേകത. മുസ്ലിങ്ങൾ അനാവശ്യമായ കാര്യങ്ങൾ കൈവശം വെച്ചിരിക്കുന്നു എന്ന് വർഗീയവാദികൾ പറയുമ്പോൾ ആ നാട്ടിലെ ഹിന്ദുക്കൾ അത് വിശ്വസിക്കാത്തത് ഞങ്ങൾ കൂടെ കൊടുത്ത അവകാശമാണ് മുസ്ലിങ്ങൾക്ക് എന്നറിയാവുന്നത് കൊണ്ടാണ്. മുസ്ലിം ലീഗ് കാണിച്ച ഒരു രാഷ്ട്രീയം അതാണ്, ഒരു മുന്നണി സംവിധാനം അതാണ്. എല്ലാവരും ഒരുമിച്ചിരിക്കുക, രാജ്യത്തിലെ മുഴുവൻ സഹോദരന്മാരുടെയും പിൻബലത്തോടുകൂടി അവകാശങ്ങൾ നേടിയെടുക്കുക, ജനാധിപത്യത്തിന്റെ ഏറ്റവും സമ്മോഹനമായ ഒരു രാഷ്ട്രീയ അവസ്ഥ ഉണ്ടാക്കി വെച്ചു മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടി. ഞാൻ ചോദിക്കുന്നത്, കേരളത്തിലെ വർത്തമാന കേരളത്തിന്റെ ഈ അവസ്ഥയുടെ കാരണങ്ങൾ പറയുന്നത് എല്ലാവരും പറയും പരിഷ്കർത്താക്കളാണ്. ആരാ പരിഷ്കർത്താക്കൾ? ഡോക്ടർ പൽപ്പുവാണ്, അയ്യങ്കാളിയാണ്, ശ്രീനാരായണ ഗുരുദേവനാണ്, വി.ഡി. ഭട്ടതിരിപ്പാടാണ്, മന്നത്തു പത്മനാഭനാണ്. ഞാൻ ചോദിക്കട്ടെ, ഇവരൊക്കെ ചെയ്തത് എന്താണ്? മന്നത്തു പത്മനാഭൻ എല്ലാവർക്കും വേണ്ടി സംസാരിച്ചോ? ഈഴവന്മാർക്ക് വേണ്ടി സംസാരിച്ചോ? മന്നത്തു പത്മനാഭൻ ആ നാട്ടിലെ ദളിതുകൾക്ക് വേണ്ടി സംസാരിച്ചോ? മന്നത്തു പത്മനാഭൻ നമ്മുടെ നാട്ടിലെ തീയന്മാർക്ക് വേണ്ടി സംസാരിച്ചോ? മന്നത്തു പത്മനാഭൻ സംസാരിച്ചത് താൻ ജനിച്ചു വീണ തന്റെ സമുദായത്തെ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയാണ്, നായർ സമൂഹത്തിന് വേണ്ടി. മന്നത്തു പത്മനാഭൻ മനുഷ്യസ്നേഹിയായിരുന്നില്ലേ? പക്ഷെ മന്നത്തു പത്മനാഭൻ ചെയ്തത് തന്റെ സമുദായത്തെ രക്ഷപ്പെടുത്തിയെടുക്കാനുള്ള പ്രയത്നം ഒരു ജീവിതം കൊണ്ട് അത്രയേ ആവോ അദ്ദേഹത്തിന്. അത് ചെയ്തു അദ്ദേഹം. NSS ഉണ്ടാക്കി, നായർ സമൂഹത്തിന് അസ്തിത്വം ഉണ്ടാക്കി കൊടുത്തു. ആരാണ് മഹാനായ ശ്രീനാരായണ ഗുരുദേവൻ? ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യസ്നേഹികളിൽ ഒരാളെന്ന് പറയാനാവില്ലേ മലയാളിക്ക്? ജാതിഭേദം മതദ്വേഷമേതുമില്ലാതെ എവരും സോദരത്വനെ വാഴുന്ന മാതൃകാസ്ഥാനമെന്ന് പാടി ഈഴവന്മാർക്ക് വേണ്ടി ശിവനെ ഉണ്ടാക്കിയ ശ്രീനാരായണ ഗുരുദേവൻ ഈഴവന്മാർക്ക് വേണ്ടിയല്ലേ സംസാരിച്ചത്? നായന്മാർക്ക് വേണ്ടിയാണോ? മറ്റ് സമുദായങ്ങൾക്ക് വേണ്ടിയാണോ? അല്ലല്ലോ. ശ്രീനാരായണ ഗുരുദേവൻ മനുഷ്യസ്നേഹിയാണ്. അദ്ദേഹം അതേ സമയം തന്നെ അദ്ദേഹം ഒരു പരിഷ്കർത്താവാണ്. ഈഴവ സമുദായത്തിന് നവോത്ഥാനം നേടിക്കൊടുത്തു. ഡോക്ടർ പൽപ്പു ചെയ്തതാണ്, വി.ടി. ഭട്ടതിരിപ്പാട് ചെയ്തതാണ്, എല്ലാവരും അയ്യങ്കാളിയും ചെയ്തതാണ്. ഇവരൊക്കെ പരിഷ്കർത്താക്കളാവുക. സീതി സാഹിബും ബാഫക്കിത്തങ്ങളും കായികങ്ങളിലെത്തും പരിഷ്കർത്താക്കളുടെ പട്ടികയിൽ ചേർക്കാൻ ചിലർക്ക് വിമിഷ്ടമുണ്ടാവുക. ലീഗ് ചെയ്തതല്ല, ലീഗിനോട് നെറുകേടുകൾ കാണിക്കുന്നതാണ് വർഗീയത എന്ന് പറയുന്നത്. ഇവരൊക്കെ പരിഷ്കർത്താക്കളാണെങ്കിൽ കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയെ സാമുദായികമായി വളർത്തിയെടുക്കുകയും അവൻ അസ്തിത്വം ഉണ്ടാക്കി കൊടുക്കുകയും അവന് വിദ്യാഭ്യാസം കൊടുക്കുകയും ചെയ്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എങ്ങനെയാണ് നവോത്ഥാന സംരംഭങ്ങളിൽ നിന്ന് പുറകോട്ട് പോകുന്നു എന്ന് പറയാൻ നിങ്ങൾക്കാവുക? എത്ര മനോഹരമായ പ്രവർത്തനമാണ് മുസ്ലിം ലീഗ് നടത്തിയത്, നിങ്ങൾ പരിശോധിക്കുക. എത്ര മനോഹരമായ. ഒരുപക്ഷെ കേരളത്തിലെ മുസ്ലിം ഉമ്മത്ത് എന്ന് പറയുന്നത് അതിവൈകാരികതയുടെ ഒരു കമ്മ്യൂണിറ്റിയാണ്, നിഷേധിക്കാൻ ആർക്കാവില്ല. ആ അതിവൈകാരികത ഉണ്ടാവുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഇൻസെക്യൂരിറ്റിയുടെ ഒരു മാനസികാവസ്ഥയിൽ നിന്നാണ്. ആ വൈകാരികതയല്ലേ 921 വൈകാരികത. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, CH നടത്തിയിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ പലരും നിങ്ങൾ വായിച്ച പുതിയ തലമുറയിലെ ആളുകൾ വായിച്ചു പഠിക്കണം. CH മാപ്പിളയുടെ വികാരത്തെ കത്തിച്ചവനാണ്. പലരും പറയുന്നില്ലേ, ലീഗ് ആത്മസംയമനത്തിന്റെ താരാട്ടുപാട്ട് പാടി ഉറക്കുകയാണ്. ചെയ്തിട്ടില്ല. ലീഗ് മുസ്ലിം സമുദായത്തിന്റെ വികാരത്തെ കത്തിച്ച പാർട്ടിയാണ്, പെട്രോൾ ഒഴിച്ച് കത്തിച്ച പാർട്ടിയാണ്. ആ അതിവൈകാരികതയെ CHന്റെ പ്രസംഗം അങ്ങനെയാണ്. ഇത് നിന്റെ മണ്ണാണ്, നിന്റെ പിതാമഹന്റെ മണ്ണ്, നിന്റെ പിതാവിന്റെ മണ്ണ്, നിന്റെ പിതാക്കൾ രക്ഷിതാക്കൾ ചോര കൊടുത്തു വാങ്ങിയ മണ്ണ്. ലവക്കുട്ടിയുടെ ചേക്കുട്ടിയുടെ ആദിമപ്പള്ളികാരുടെ ചെമ്പൻ പോക്കരുടെ കഥ CH പറയുമ്പോൾ ആർത്തലക്കുന്ന സമുദായം. അതിവൈകാരികമായിരുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയെ വളരെ മനോഹരമായി CH അവരെ കൈകളിലേക്ക് കൊണ്ടുവന്നു, അവരോട് പ്രസംഗിച്ചു, അവരെ ആവേശഭരിതരാക്കി. എന്നിട്ടോ അവന്റെ വികാരത്തെ പതുക്കെ വഴിതിരിച്ചു വിട്ടു. പ്രസംഗിക്കുന്നതിനിടയിൽ CH അവന്റെ കയ്യിൽ നിന്ന് മലപ്പുറത്തെ കത്തി വാങ്ങി. എന്നിട്ട് അവന്റെ കയ്യിൽ ബാലറ്റ് പേപ്പറും വോട്ടർ പട്ടികയും വെച്ചു കൊടുത്തു. ഇനി കത്തിയല്ല, അത് 47 വരെ കഴിഞ്ഞു. ഇനി വേണ്ട കത്തി, ആയുധം എന്ന് പറയുന്നത് വോട്ടർ പട്ടികയാണ്, എന്താണ്, ബാലറ്റ് പേപ്പറാണ്. ഇനി വേണ്ടത് അതിൽ ഒപ്പുവെക്കുന്ന സീലാണ്. CH പഠിപ്പിച്ചു കൊടുത്തു. അവന്റെ കത്തി പതുക്കെ വാങ്ങി കൊണ്ടുപോയി ഒരു കൊല്ലന്റെ ആലയിൽ കൊടുത്തു.
എന്നിട്ട് കൊല്ലനോട് പറഞ്ഞു നല്ല സ്ക്രൂ ഡ്രൈവർ ഉണ്ടാക്കാൻ, കൊല്ലനോട് പറഞ്ഞു ഒരു സ്പാനർ ഉണ്ടാക്കാൻ. കത്തി പിടിച്ച മാപ്പിളയുടെ കയ്യിൽ സ്പാനറും സ്ക്രൂ ഡ്രൈവറും കൊടുത്തു. എന്നിട്ട് പറഞ്ഞു നീ വ്യാവസായിക വിപ്ലവങ്ങൾ നടത്തും. അവൻ പലതും ഉണ്ടാക്കി. അത് വെച്ച് അതേ ഇരുമ്പ് വെച്ചു. ഇപ്പൊ കുറച്ച് ആൾക്കാർ വന്നിട്ട് പറയുന്നത് ആ സ്പാനറും കത്തി കൊണ്ടാ എന്താണ്, ആ സ്പാനറും സ്ക്രൂ ഡ്രൈവറും കൊണ്ടാ ഞാൻ കത്തി ഉണ്ടാക്കി തരാന്നാണ്. പഴയ കത്തി കയ്യിൽ വെക്കാനുള്ള പരിപാടിയാണ്. മാപ്പിളയുടെ കയ്യിൽ നിന്ന് കത്തി വാങ്ങി ആ കത്തി കൊണ്ടുപോയി സ്പാനറും സ്ക്രൂ ഡ്രൈവറും ഉണ്ടാക്കി വ്യാവസായിക വിപ്ലവത്തിലേക്ക് ഒരു ജനതയെ നയിച്ചു വന്നു മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടി. നേട്ടങ്ങളുടെ കൊട്ടാരം ഉണ്ടാക്കില്ലേ? CH-ന്റെ പേരെന്താണ്? CHM കോയ, ക്രിസ്ത്യൻ ഹിന്ദു മുസ്ലിം കോയ. പള്ളി ഉണ്ടാക്കാൻ അനുമതി ഉണ്ടാക്കി തന്ന CH, മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട അനാഥകളെ സംരക്ഷിക്കാൻ യതീംഖാനകൾക്ക് പരീക്ഷ നൽകിയ CH മുഹമ്മദ് കോയ സാഹിബ്, മാപ്പിളമാർക്ക് വിദ്യാഭ്യാസം കൊടുത്ത CH, അവർക്ക് ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊടുത്ത CH, അവർക്ക് മദ്രസകൾ ഉണ്ടാക്കി കൊടുത്ത CH വർഗീയവാദിയല്ല. CHM കോയയാണ് ക്രിസ്ത്യൻ ഹിന്ദു മുസ്ലിം കോയ. എങ്ങനെയാണ് ആവുക? ലീഗ് കാണിക്കുന്ന രാഷ്ട്രീയം അതാണ്. എങ്ങനെയാണ് ആവുക? ഇതൊക്കെ ചെയ്യുന്ന ഒരാളെ വർഗീയവാദി എന്ന് വിളിക്കാതിരിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത്. അതാണ് ലീഗ് രാഷ്ട്രീയ പാർട്ടി ഒരു ജനതയുടെ മുമ്പിൽ ചെയ്തു വെച്ച് നേട്ടങ്ങളുടെ കൊട്ടാരുണ്ടാക്കി. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു ചോദ്യ പേപ്പറിൽ ചോദ്യം തിരുത്താൻ നമ്മുടെ നാട്ടിലെ നരമ്പ് രോഗികൾ ചെയ്തത് എന്താണെന്ന് അറിയുമോ? ഒരു അധ്യാപകന്റെ കൈവെട്ടി. ചോദ്യ പേപ്പറിലെ ചോദ്യം തിരുത്താൻ ചോദ്യ പേപ്പർ ഉണ്ടാക്കുന്നത് എവിടുന്നാണ്? ചോദ്യം ഉണ്ടാകുന്നത് എവിടുന്നാണ്? ചോദ്യത്തിന്റെ ഉത്തരം ഉണ്ടാകുന്നത് എവിടുന്നാണ്? പുസ്തകത്തിൽ നിന്നല്ലേ? ആ പുസ്തകം ഉണ്ടാകുന്നത് എവിടുന്നാണ്? സിലബസ് കമ്മിറ്റിയല്ലേ? അത് അടിക്കുന്നത് സർക്കാരല്ലേ? അത് തീരുമാനിക്കുന്നത് യൂണിവേഴ്സിറ്റിയല്ലേ? അത് പഠിപ്പിക്കുന്നത് കോളേജല്ലേ? ഈ കോളേജും യൂണിവേഴ്സിറ്റികളും ഉണ്ടാക്കാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ഒരു കൊതുകിന്റെ ചോര ചിന്തേണ്ടി വന്നിട്ടില്ല എന്നതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരു ചോദ്യം തിരുത്താൻ അധ്യാപകന്റെ കൈവെട്ടിയവർ പക്ഷെ മനസ്സിലാക്കുന്നില്ല. ഈ നേട്ടങ്ങൾ ഉണ്ടാക്കുമ്പോഴും അവിടെ ആരുടെയും ചോര ചിന്തുന്നില്ല. ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ലീഗിനോട് ഞാൻ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പലപ്പോഴും പറയാറുണ്ട്, മലപ്പുറത്ത് പോയപ്പോ വമ്പിച്ച ബോർഡ് ലീഗ് എന്ത് ചെയ്തു, ലീഗ് എന്തുണ്ടാക്കി. ഞാൻ പറഞ്ഞു അത് ലീഗ് എന്തുണ്ടാക്കി എന്നുള്ളത് ആരോട്? നീ തന്റെ ബാപ്പനോട് പോയി ചോദിക്കണം. അപ്പൊ എല്ലാവരും പറഞ്ഞു MLA ഒക്കെ കയറിയിട്ട് ബാപ്പക്ക് പറയാൻ പാടുണ്ടോ? ഞാൻ പറഞ്ഞു ബാപ്പക്ക് പറഞ്ഞതല്ല, ഇവൻ അറിയില്ലല്ലോ. ഇവ ഇന്നലെ പെയ്ത മടക്കുന്നു ഇന്ന് മുളത്തെ തവരകളാണ്. അവർക്ക് കാര്യമില്ല. കോഴിക്കോട് ആർട്സ് കോളേജ് മുതൽ പാലക്കാട് വിക്ടോറിയ കോളേജ് എത്തുന്നതിനിടയിൽ 7 ഹയർ സെക്കൻഡറി സ്കൂളുകൾ മാത്രമുള്ള ഒരു മലപ്പുറം ജില്ലയുണ്ട്. ആർക്കറിയാമോ? ഇന്ന് എണ്ണിയാൽ തീരുമോ ഇവന്റെ ജീവിതം കൊണ്ട് അവിടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ? മെഡിക്കൽ കോളേജാണോ, എഞ്ചിനീയറിംഗ് കോളേജുകളാണോ, പ്രൊഫഷണൽ കോളേജുകളാണോ? എന്തായിരുന്നു മലപ്പുറം എന്ന് അറിയണമെങ്കിൽ ഇവന് ബാപ്പയോട് ചോദിക്കണം. ഇവൻ അറിയില്ല. ഇവന് പന്നിന്റെ മുകളിൽ വെച്ച മുന്തിരിയല്ലേ, ഇന്നലെ വന്നതല്ലേ? പന്നുണ്ടായത് തീയിലുണ്ട്, അത് അതിനല്ലേ അറിയൂ. ഞാൻ ചോദിക്കുന്നത് ലീഗ് എന്തുണ്ടാക്കി എന്ന് ചോദിക്കുന്നവരോട് മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി വെച്ചിട്ടുള്ള സാമുദായിക നേട്ടങ്ങൾ മാത്രമല്ല, രാഷ്ട്രീയം പരിശോധിക്കും നിങ്ങൾ. നമ്മൾ വലിയ പാർട്ടിയൊന്നുമല്ല. അങ്ങനെയുണ്ട്. അങ്ങനെ നിങ്ങൾ അത്ര വലിയ ഭയങ്കര സംഭവമാണ്. ഇന്ത്യയിൽ നമ്മൾ ചെറിയൊരു പാർട്ടി, ആർക്കും ദേഷ്യമൊന്നും പിടിക്കുന്നത് വസ്തുത അതാണ്. വലിയ പടായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഉത്തർപ്രദേശിലൊന്നും ഇല്ല. എന്നാൽ നമ്മുടെ നാട്ടിൽ വേറെ തരം സംഘടനകളുണ്ട്. നമ്മൾ കേരളത്തിലില്ല. കാരണം കേരളം നമ്മളുള്ളതാണ്. ഞങ്ങൾ ഉത്തർപ്രദേശിൽ ഭയങ്കര സംഭവമാണ്. മഹാരാഷ്ട്രയിൽ ഞങ്ങളെ കൊണ്ട് നടക്കമില്ലെന്നാണ്. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് വരട്ടെ, എപ്പോൾ കാണുന്നു? തെരഞ്ഞെടുപ്പ് ഇങ്ങനെ വരും, അടുത്ത തെരഞ്ഞെടുപ്പ് നിൽക്കില്ലല്ലോ ഇന്ത്യയിലെടുത്തോളാൻ. ഞാൻ ചോദിക്കുന്നത്, ഞങ്ങൾ ചെറിയ പാർട്ടിയാണ്. ആ ചെറിയ പാർട്ടിയുടെ കോൺട്രിബ്യൂഷൻ എന്താണ്? അത് നിങ്ങൾ പറയാം. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വന്നല്ലോ. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ചർച്ച ഉണ്ടായി. എന്താണ്? വയനാട് പാർലമെന്റ് മണ്ഡലം മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടു. ഏകദേശം ഒരു സാധ്യതയുടെ പക്ഷത്ത് നിൽക്കുന്ന ഒരു ആലോചനയാണ്. വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ നിയോജക മണ്ഡലങ്ങൾ ഏതൊക്കെയാണ് നിങ്ങൾ പരിശോധിക്കുക. മലപ്പുറത്തുകാരിലിവിടെ, വയനാട്ടുകാരിലിവിടെ. വയനാട്ടിൽ അതിനിർണായകമായ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ആ പാർലമെന്റ് മണ്ഡലത്തിലെ മുഴുവൻ നിയമസഭാ മണ്ഡലങ്ങളിലെയും അതിനിർണായകമായ പാർട്ടി മുസ്ലിം ലീഗാണ്. ഒരുപക്ഷെ UDF-നെ സംബന്ധിച്ചിടത്തോളം പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിന്റെ ഒരു 10 ഇരട്ടി ഉറപ്പുള്ള വിജയത്തിന്റെ സാധ്യതയുള്ള മണ്ഡലമാണ് വയനാട്. ഏകദേശം ചർച്ച വരും. 20 പാർലമെന്റ് അസംബ്ലി MLA-മാരുള്ള ഒരു പാർട്ടിക്ക് എന്തുകൊണ്ട് 3 പാർലമെന്റ് മെമ്പർമാർ ചോദിച്ചുകൂടാ? രാജ്യസഭയിൽ മുസ്ലിം ലീഗിന് പ്രാതിനിധ്യമില്ല. ഇപ്പോ സാധ്യതകൾ ഒരുപാടുണ്ടായി. തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യാവസ്ഥയിലേക്ക് വരുമ്പോൾ പാർട്ടി ആലോചിച്ചു, മുസ്ലിം ലീഗിനെ എത്ര സീറ്റുകൾ വർദ്ധിപ്പിക്കാം എന്നതല്ല ഈ തെരഞ്ഞെടുപ്പ്. ഇന്ത്യ ഫാഷിസം ഭരിക്കാൻ വരികയാണ്.
ഫാഷിസത്തെ കൈകാര്യം ചെയ്യാനുള്ള പോരാട്ടത്തിൽ പങ്കാളിയാവുകയാണ് പ്രധാനം. അതാണ് പ്രധാനം, അതാണ് ഉത്തരവാദിത്തം. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. ലീഗിന് കിട്ടുന്ന സീറ്റുകളെ കുറിച്ച് ആലോചിച്ചില്ല, പരമാവധി ചെയ്തു. മതേതര ശക്തികളെ കൂട്ടായ്മ ഉണ്ടാക്കാനുള്ള എല്ലാം മെനക്കെടലും നടത്തി. ഞങ്ങൾ അതിനാൽ ആകുന്നതൊക്കെ ചെയ്തു. വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ മഹാഭൂരിപക്ഷത്തിന് ജയിക്കേണ്ട മണ്ഡലത്തിൽ ചെറിയ ഭൂരിപക്ഷത്തിന് ജയിച്ചു വന്ന എം.എ. ഷാനവാസ് പറഞ്ഞു, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ചിട്ടയായ പ്രവർത്തനമില്ലായിരുന്നെങ്കിൽ തോറ്റുപോകുമായിരുന്നു പാർലമെന്റ്. ഒരു മണ്ഡലം മാത്രമല്ല. നിങ്ങൾക്കറിയില്ലേ, ഇന്ത്യ രാജ്യം BJP കൊണ്ടുപോയി. കേരളത്തില് വോട്ടുണ്ട്. ഞങ്ങൾ കണ്ണൂരിൽ സുധാകരൻ ഒന്ന് കയറും, പിന്നെ ഒന്ന് കയറും. വടകരക്കാരെ കാര്യം പറയാനില്ല, മുല്ലപ്പള്ളി അവിടെ. കോഴിക്കോട് അതിനേക്കാൾ വലിയ പോരാട്ടം. അഹമ്മദ് സാഹിബ് ആണെങ്കിൽ ഭൂരിപക്ഷം കുറഞ്ഞ് അങ്ങനെ മേപ്പെട്ട് പോവുകയാണ്. ഒപ്പിക്കുന്നല്ലേ പറഞ്ഞത് നിങ്ങൾ അല്ലേ? ഭൂരിപക്ഷം കിട്ടുന്ന വോട്ടിന് എണ്ണീട്ട് തീരുന്നില്ല അഹമ്മദ് സാഹിബിന്റെ വോട്ട്. അങ്ങനെ പോവാണ്. പെട്ടെന്നൊരു വാർത്ത എല്ലാവരുടെ അറ്റൻഷനുമാണ്. തിരുവനന്തപുരത്ത് ശശി തരൂരിനെതിരെ രാജഗോപാൽ 2-3 തവണ മുമ്പിലേക്ക് വന്നു. എല്ലാവരും വിട്ടു, വടകര വിട്ടു, മഞ്ചേരി വിട്ടു, പൊന്നാനി വിട്ടു, എല്ലാവരും തിരുവനന്തപുരത്തേക്ക് സ്വന്തം. ഫാഷിസത്തിന് നേർക്കുനേരെ നിൽക്കുകയാണ്. കേരളത്തിൽ ഒരു അസംബ്ലിയിലല്ല, പാർലമെന്റ് മണ്ഡലത്തിൽ ഫാഷിസം ജനാധിപത്യത്തിന്റെ നേരെ ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്ന അതിനിർണായകമായ ഒരു ഘട്ടമുണ്ടായി. ആ സമയം അവസാനം മലയാളിയുടെ അഭിമാനബോധത്തെ രക്ഷപ്പെടുത്തിക്കൊണ്ട് ശശി തരൂർ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹം വോട്ടെണ്ണി വരുമ്പോൾ പുറത്തേക്ക് വരുമ്പോൾ പത്രക്കാരൻ ചോദിച്ചു, ഈ വിജയം എങ്ങനെയാണ് കാണുന്നത്? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അടക്കമുള്ള മതേതര കക്ഷികളുടെ പിൻബലമാണ് എന്നെ പാർലമെന്റിൽ എത്തിച്ചത് എന്ന് ശശി തരൂർ പറയുമ്പോൾ ഞാൻ ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യമുള്ളൂ, എവിടെയോ ഈ ഫാഷിസ്റ്റുകളെ കഥ കളിക്കാൻ പോയൊരു CPM-നെ ചോദിക്കണില്ല. നമ്മുടെ നാട്ടിൽ പറഞ്ഞില്ലേ, ഫാഷിസത്തെ ശരിയാക്കിക്കോളും, BJP-നെ ശരിയാക്കും, നിങ്ങൾ കരാട്ടെ പഠിച്ചോളി, കുമ്പ് പഠിച്ചോളി, RSS ശരിയാക്കും. നിന്റെയൊക്കെ വോട്ട് എവിടെ ഇടോ? നീ കോൺഗ്രസിന് കൊടുത്തോ? ഇല്ല. നീ CPM-ന് കൊടുത്തോ? ഇല്ല. പിന്നെ നിങ്ങൾ ഒറ്റക്ക് BJP-നെ ഏമാത്തിക്കളയാൻ നിങ്ങൾ ഭയങ്കര സംഭവമാണല്ലേ. ഇന്ത്യ രാജ്യം ഭരിക്കുന്ന BJP നിങ്ങൾ എന്ത് ചെയ്യും? ഇന്ത്യ കേരളത്തിന്റെ തെരുവിൽ, കേരളത്തിന്റെ മണ്ണിൽ നിന്ന് പാർലമെന്റിലേക്ക് ഒരു BJP ജയിക്കുന്നതിനെ തടഞ്ഞു നിർത്താൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് സാധിച്ചു എന്നത് അവിടുത്തെ വോട്ടിന്റെ ബലമാണ്. ഇന്ത്യയിൽ എന്തൊക്കെ ചെയ്തുകൊണ്ടില്ല, ഞങ്ങൾ ഉള്ളെടുത്ത്. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേറെ കൊണ്ടുപോയി, നിങ്ങൾ SDPI-യുടെ വോട്ട് വേറെ കൊണ്ടുപോയി അല്ലേ? മുസ്ലിം വോട്ടുകൾ ഭിന്നിച്ചതാണ് ഇന്ത്യയിൽ BJP. ഉത്തർപ്രദേശിലെ 74% മുസ്ലിങ്ങളുള്ള മണ്ഡലത്തിൽ BJP ജയിച്ചു. 86% മുസ്ലിങ്ങളുള്ള മണ്ഡലത്തിൽ BJP ജയിച്ചു. 68% മുസ്ലിങ്ങളുടെ മണ്ഡലത്തിൽ BJP ജയിച്ചു. എങ്ങനെ ജയിക്കുന്നു BJP? നിങ്ങൾ പറ. ഇത്തരത്തിലുള്ള നെറികെട്ടവരുടെ രാഷ്ട്രീയമായ ഭിന്നിപ്പുണ്ടാക്കലും കുത്തിത്തിരിപ്പുകളുമാണ് അവർ പരാജയപ്പെടുത്തിയത്. മുസ്ലിം കമ്മ്യൂണിറ്റി പരാജയപ്പെട്ടു പോയത്, അല്ലെങ്കിൽ മതേതര ശക്തികൾ ഇന്ത്യയുടെ മണ്ണിൽ പരാജയപ്പെട്ടു പോയത് എന്ന് നിങ്ങൾ അറിയണം. എന്നിട്ട് ഞാൻ ചോദിക്കുന്നത്, ഞങ്ങൾ പറഞ്ഞത് എന്താണ്? മാർക്സിസ്റ്റ് പാർട്ടി അടക്കമുള്ളവർ ആലോചിക്കേണ്ടതാണ്. ഞാൻ കഴിഞ്ഞ നിയമസഭ 1-ാം തീയതി തുടങ്ങാൻ പോവുകയാണ്. കഴിഞ്ഞ നിയമസഭ പാർലമെന്റിന് ശേഷം നിയമസഭയിൽ നിന്ന് ഏതു ജാതി പ്രസംഗമാണ്? അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ. ചിലർ പറയുന്നു 23% മാത്രം വോട്ട് കിട്ടിയ ഒരു പാർട്ടി ഇന്ത്യ ഭരിക്കുകയാണ്. ഞാൻ ചോദിക്കുന്നത്, ഇതൊക്കെ പണ്ട് EMS-ന്റെ തല്ലിപ്പൊളി നമ്പറല്ലേ സഹോദരന്മാരെ? 22% അല്ല, 10% കിട്ടിയെന്ന് കൂട്ടുക. ഇന്ത്യ അവരല്ലേ ഭരിക്കുന്നത്. നമ്മൾ കണക്കും കൂട്ടുന്ന വല്ല കാര്യമുണ്ടോ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാണ്? നരേന്ദ്രമോദിയാണ്. അത് റിയാലിറ്റിയാണ്, വസ്തുതയാണ്. നിങ്ങൾ കണക്ക് കൂട്ടി വീട്ടിലിരുന്നിട്ട് കാര്യമില്ല. ഇന്ത്യ BJP ഭരിക്കുന്നു. എത്ര ശതമാനാവട്ടെ? നരേന്ദ്രമോദിയാണോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി? ആണല്ലോ. ഇന്ത്യ ഭരിക്കുന്നു. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് കോൺഗ്രസ് CPM-നെ, CPM കോൺഗ്രസിനെ. എന്തിപ്പാ അസംബ്ലി കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ ഞാനിങ്ങനെ ട്രെയിനിൽ നിന്ന് ആലോചിച്ച് പഠിച്ചു, സത്യത്തിൽ ആരാ തോറ്റത്? UDF ആണോ അല്ലെ LDF ആണോ? സത്യത്തിൽ എല്ലാവരും തോറ്റൂല. കൊടിയേരൊക്കെ വമ്പിച്ച പ്രസംഗമാണ്. കൊടിയേര് പറയാം, നിങ്ങളുടെ ആ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന കൊച്ചു പയ്യനുണ്ടല്ലോ, ശരി, രാഹുൽ ഗാന്ധി കൊച്ചു പയ്യനാണ്. നിങ്ങളെ മൂത്ത് നരച്ച പ്രകാശ് കാരാട്ടിലോ ഇവരെന്തുണ്ടാക്കിയത്? അച്യുതാനന്ദന് എത്ര വയസ്സുണ്ട്? വേറെ പലതിന്റെ കുറവുണ്ടെങ്കിൽ വയസ്സിന്റെ കുറവില്ലല്ലോ. അയാളെന്താ ഉണ്ടാക്കിയത്? 90 വയസ്സുള്ള ബർധാനിലോ? എന്താ നിങ്ങൾ ഉണ്ടാക്കിയത് ഇന്ത്യ രാജ്യത്ത്? ഇന്ത്യയിലെ ഫാഷിസത്തെ തടുത്തു നിർത്താൻ കഴിയുന്ന എന്ത് മാജിക്കാണ് നിങ്ങൾ ഇന്ത്യയിൽ
ഇന്ത്യയുടെ മണ്ണിൽ കാണിച്ചത് എന്ന് നിങ്ങൾ പറ. എന്ത് മാജിക്കാണ്? ഇന്ത്യയുടെ ചരിത്രത്തിന് അപമാനം ഉണ്ടാക്കിക്കൊണ്ട് പ്രധാനമന്ത്രി ഇന്ത്യ ഭരിക്കുന്നു. മൻമോഹൻ സിംഗ് മിണ്ടൂലേക്ക്. അപ്പൊ ആളുകൾ പറഞ്ഞു, ഇയാൾക്ക് എന്തൊന്ന് ചിരിച്ചാൽ ഒന്ന് മിണ്ടിക്കൂടെ എന്നാണ്. നരേന്ദ്രമോദി മിണ്ടലോടെയും മനസ്സിലായി എന്താ മിണ്ടാകുന്ന കാര്യം. നരേന്ദ്രമോദി മിണ്ടാൻ തുടങ്ങി. സ്വന്തം അമ്മയെ കാണാൻ പോകുമ്പോൾ ഇവന്റ് മാനേജ്മെന്റിന്റെ സഹായം തേടുന്ന ഇന്ത്യയുടെ അപമാനമായിട്ടുള്ള ഒരു പ്രധാനമന്ത്രി. സ്വന്തം അമ്മയെ കാണുമ്പോൾ ധരിക്കുന്ന ഡ്രസ്സ് തീരുമാനിക്കുന്നത് ഇവന്റ് മാനേജ്മെന്റ്. സ്വന്തം അമ്മയെ കാണാൻ പോകുമ്പോൾ ലൈറ്റിംഗ് തീരുമാനിക്കുന്നത് ഇവന്റ് മാനേജ്മെന്റ്. എല്ലാത്തരം വേലത്തരങ്ങളും ഒരു പഞ്ചായത്ത് മെമ്പർ കാണിക്കുന്ന എല്ലാ തറവേലകളും കാണിക്കുന്ന ഒരു പ്രധാനമന്ത്രി. ഞാൻ ചോദിക്കുന്നത്, ഇന്ത്യയുടെ അപമാനമായിട്ടുള്ള ഒരു പ്രധാനമന്ത്രി ഇന്ത്യ ഭരിക്കുന്നു. ഇന്ത്യയിലെ മതേതര കക്ഷികൾക്ക്, ഇന്ത്യയിലെ ഫാഷിസ്റ്റുകൾക്കെതിരെ നടത്തുന്ന പോരാട്ടം നടത്തേണ്ട മതേതര കക്ഷികൾക്ക് എന്താ ചെയ്യാനാവുക? ഞാൻ CPM ചോദിക്കട്ടെ, നിങ്ങളെ പറയില്ലേ കോൺഗ്രസ് ആണ്? ശരി, കോൺഗ്രസ് നമ്മുടെ നാട്ടിൽ 5 കൊല്ലം സ്ഥിരമായിട്ട് ഒരു പാർട്ടി നമ്മളെ പഞ്ചായത്ത് ബോർഡ് ഭരിച്ചാൽ നമ്മൾ പറയില്ലേ ഒരു മാറ്റമാണ്? മടുക്കില്ലേ നമുക്ക്? എടോ, ഇന്ത്യ മഹാരാജ്യം ഈ സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം മുഴുവൻ ഇന്ത്യ ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. ഒരു മടുപ്പുണ്ടായിട്ടുണ്ട്. 25 കൊല്ലം ബംഗാൾ ഭരിച്ചപ്പോഴേക്കും CPM-നെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞില്ലേ ബംഗാളികൾ? നിങ്ങൾ സ്ഥിരമായി ഭരിച്ചു. ഒരു സ്റ്റേറ്റ് ഭരിക്കാൻ കഴിഞ്ഞു നിങ്ങൾക്ക് സ്ഥിരമായിട്ട്? ഇന്ത്യ മുതൽ 67 കൊല്ലത്തിനിടയിൽ മഹാഭൂരിപക്ഷ സമയവും ഇന്ത്യ ഭരിച്ചത് കോൺഗ്രസ് ആണ്. കോൺഗ്രസിനെതിരെ ജനവികാരം ഉണ്ടാകും, സ്വാഭാവികമാണ്. കോൺഗ്രസിനോട് മടുപ്പുണ്ടാകും. ആ മടുപ്പുണ്ടാക്കുന്ന പണിയല്ലേ എല്ലാവരും ചെയ്തു വെച്ചത്? കോൺഗ്രസിനെ തകർക്കാനുള്ള പരിശ്രമമല്ലേ എല്ലാവരും നടത്തിയത്? നടത്തിക്കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിന് വേറെ കുറെ ആളുകൾ നമ്മുടെ നാട്ടിൽ ഈ ടിവികളിലൊക്കെ വൈകുന്നേരം എന്താണ് കുറച്ച് ആളുകൾ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. വൈകുന്നേരം ആയ പൗഡർ തൊട്ട് 2 ടീമാണ്. ഒന്ന് ബസ് സ്റ്റാൻഡിനും പരിസരത്തൊക്കെ തിരിഞ്ഞ് കളിക്കണ വേറെ ആളുകളുണ്ട്, ഈ പ്രോസ്റ്റിറ്റ്യൂട്ടുകൾ. വേറെ കുറച്ച് ആളുകൾ വൈകുന്നേരം ആയ പൗഡർ തൊട്ട് ചാനൽ ചർച്ചയ്ക്ക് പോവുകയാണ്. ഞാൻ ചോദിക്കുന്നത്, ഈ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന കുറച്ച് ആളുകളില്ലേ, എന്താ പറയുന്നത്? അങ്ങനെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ആകുമായിരുന്നു. ഇങ്ങനെ ഈ ബുദ്ധിയൊക്കെ എന്താ തെരഞ്ഞെടുപ്പ് മുമ്പ് പറഞ്ഞു നോക്കണ്ടോ? നിനക്കൊക്കെ എന്താ പണിയുള്ളത്? രാഷ്ട്രീയ വിശാരദന്മാരെന്ന് പറയുന്നവർ രാജ്യത്തെ ഒരു ഫാഷിസം അതിന്റെ ഭരണത്തിലേക്ക് ഒരു രാജ്യത്ത് അതിന്റെ ഭരണം പിടിച്ചു അടക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ചോദിക്കുന്നത്, എവിടെയായിരുന്നു നിങ്ങൾ ഇപ്പൊ കണക്ക് പറയുന്നവർ? അങ്ങനെ നോക്കിയാൽ ഇങ്ങനെ ഞങ്ങൾ പിന്തുണക്കുമായിരുന്നു, ഞങ്ങൾ നോക്കുമായിരുന്നു. ഞാൻ ചോദിക്കുന്നത്, എല്ലാ പാർട്ടികളും അവരുടെ ഉത്തരവാദിത്തങ്ങളെ മറന്നു ഈ തെരഞ്ഞെടുപ്പിൽ. അതിന്റെ ഫലമാണ് ഇന്ത്യ അനുഭവിക്കുന്നത്. 5 കൊല്ലം പഞ്ചായത്ത് ബോർഡ് ഭരിക്കുമ്പോൾ മടുക്കും. ഇന്ത്യയിൽ സ്വാഭാവികമായി കോൺഗ്രസിനെതിരെ ഒരു ചിന്ത ഉണ്ടാവും. ആ ചിന്തയാണ് ഇന്ത്യയിൽ വന്നതെങ്കിൽ അതിനെ വർദ്ധിപ്പിച്ചവർ നമ്മളാണ്. മാർക്സിസ്റ്റ് പാർട്ടിയോ? മാർക്സിസ്റ്റ് പാർട്ടി നിങ്ങൾ ചോദിക്കുന്നില്ലേ കോൺഗ്രസ് എന്തുണ്ടാക്കി? CPM അടക്കം ഇപ്പൊ പാർട്ടി കോൺഗ്രസിലെ ആദ്യത്തെ ചോദ്യം, കോൺഗ്രസ് എന്തുണ്ടാക്കി? നീ എന്താ ഉണ്ടാക്കിയത്? നീ 10-25 കൊല്ലം ബംഗാൾ ഭരിച്ചു. എന്താ ഉണ്ടാക്കിയത്? നിങ്ങൾ 35 ലക്ഷം ബംഗാളികൾ കേരളത്തിൽ. ഭയങ്കര ഈ കേരളം ബംഗാളാക്കും സഖാക്കൾ പറഞ്ഞത് ഈ ബംഗാളികളെ കേരളത്തിൽ കൊണ്ടുവന്നിട്ടാണ്. നമ്മൾ ഇവിടെ കേരളം പിടിച്ചെടുക്കുന്നത് കംപ്ലീറ്റ് ബംഗാളികൾ കേരളത്തിലാണ്. അവര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പൊ കേരളത്തില് കണ്ണൂർ ജില്ലയിൽ തൊഴിലാളികളുടെ സംഘടന ഉണ്ടാക്കാൻ തീരുമാനം. അന്യ സംസ്ഥാന തൊഴിലാളികളുടെ സംഘടന ആര്? CPM. ഈ സാധുക്കളെല്ലാം കൂടി പിടിച്ചു വലിച്ച് കൂട്ടിക്കൊണ്ടുവന്നു കണ്ണൂരിലെ സ്റ്റേഡിയം കോർണറിൽ സമ്മേളനം നടത്താൻ കോർണറിൽ ഒരൊറ്റെണ്ണം സ്റ്റേഡിയം കോർണറിൽ വരുന്നില്ല. സംഗതി പരിശോധിച്ച് നോക്കുമ്പോൾ അവിടെ ചുവന്ന കൊടിയാണ്. അവർ ചുവന്ന കൊടി കണ്ട് പൊടിച്ച് കൊണ്ടുവന്നാൽ പിന്നെ രണ്ടാമത്തെ ചുവന്ന കൊടിക്ക് അവർ വരൂ. ആ പരിപാടി പഠിച്ചു മാർക്സിസ്റ്റ് പാർട്ടി. അവർ ആ പരിപാടി മാർക്സിസ്റ്റ് പാർട്ടി അന്യ സംസ്ഥാന തൊഴിലാളികളെ സംഘടിപ്പിക്കുന്ന പരിപാടി മാറ്റിവെച്ചു. മാർക്സിസ്റ്റ് പാർട്ടിയോട് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ പരിശോധിക്കട്ടെ, എന്താണ് നിങ്ങളുടെ തോറ്റുപോകുന്നത്? ബംഗാളിൽ 4ാം സ്ഥാനത്ത്, കേരളത്തിലാണെങ്കിൽ നിങ്ങൾ തുടർന്ന് മുഴുവൻ കാലക്കടം. എന്താണ് പാർട്ടിക്ക് പറ്റിയത്? ഒന്ന് പരിശോധിച്ചു നോക്കുക. ഞാൻ CPM നേതാവിനോട് കഴിഞ്ഞ ദിവസം ഒരു ട്രെയിൻ യാത്രക്കിടയിൽ ചോദിച്ചു, സങ്കടമുണ്ട് നിങ്ങളോട്. കാരണം CPM തകരണമെന്ന് വിചാരിക്കുന്ന ഒരു പാർട്ടിയല്ല മുസ്ലിം ലീഗ്. അത് വസ്തുതയാണ്. CPM തകർന്ന CPM നിർവഹിക്കുന്ന ഒരു ഉത്തരവാദിത്തം നിർവഹിക്കാൻ ലീഗിനാവില്ല. ലീഗ് ചെയ്യുന്ന ഉത്തരവാദിത്തം നിർവഹിക്കാൻ കോൺഗ്രസിനും CPM-നാവില്ല. കോൺഗ്രസ് ചെയ്യുന്ന ഉത്തരവാദിത്തം നിർവഹിക്കാൻ ലീഗിനും CPM-നും കഴിയില്ല. ജനാധിപത്യം എന്ന് പറയുന്നത് അങ്ങനെയാണ്. എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു പ്രക്രിയയാണ്. ഒരു ഏകകക്ഷി ഭരണമല്ല, ഒരു പാർട്ടി മാത്രം ഭരിക്കുന്ന രീതിയല്ല. ജനാധിപത്യം ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും അഭിപ്രായമുള്ള, ആ അഭിപ്രായത്തെ ക്രോഡീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുള്ള ഒരു പാർട്ടിയാണ്. പരസ്പരം തർക്കിക്കുകയും പരസ്പരം പോരാടുകയും ചെയ്യുമ്പോഴേ ജനാധിപത്യം സക്രിയമാവുകയുള്ളൂ.
മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഒരു സ്പേസ് കേരളത്തിൽ ഞങ്ങൾ കടക്കാനാവില്ല. നിങ്ങൾ പോയപ്പോൾ വരുന്നത് ആരാണ്? നിങ്ങൾ പരിശോധിക്കുക. നിങ്ങൾ തകരുന്നതിൽ ഞങ്ങൾക്ക് സങ്കടമുണ്ട്. തകരാൻ എന്താ കാരണം? ലീഗല്ല, നിങ്ങളുടെ കുരുത്തക്കേടാണ്. സഖാവ് പിണറായി വിജയന്റെ തല പൊങ്ങി തുടങ്ങിയ ശേഷം പാർട്ടിയിൽ ആൾ പോകുന്നു. ഇതൊരു വസ്തുതയാണ്. ഞാൻ ചോദിക്കുന്നത്, പാർട്ടിക്കകത്തുള്ള ഒരാളോട് അഴിമതിയെ കുറിച്ച് ചോദിക്കാൻ കഴിയുമോ ഇന്ന് പാർട്ടിക്ക്? എങ്ങനെ പറ്റും? 360 കോടി കത്തി നിൽക്കുന്ന പാർട്ടിയുടെ സെക്രട്ടറി ആയാൽ എങ്ങനെയാണ് 100 കോടി കത്തുന്ന കൊടികളോട് ചോദിക്കുക? എങ്ങനെ 200 കോടി കക്കണ ജയരാജനോട് ചോദിക്കുക? എല്ലാവരും ഇന്ന് കക്കല്ലേ? ഓരോരുത്തരുടെ നിലവാരം അനുസരിച്ച് പാർട്ടി സെക്രട്ടറിമാരും പൊളിറ്റിക്കൽ മെമ്പർമാരും കോടികൾ വെക്കുമ്പോൾ ഏരിയ കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റി, ഹിന്ദി കൊളാമ്പി തുടങ്ങിയ സാധനങ്ങൾ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കില്ലേ? എല്ലാവരും കക്കണില്ലേ? പഞ്ചായത്ത് മെമ്പർ പൈസ വാങ്ങണില്ലേ? ഏത് CPM ഏത് പഞ്ചായത്ത് മെമ്പർ പൈസ വാങ്ങാത്തത്? നിങ്ങൾക്ക് തടുക്കാനാവാത്തത് നിങ്ങളുടെ പാർട്ടി ലീഡർഷിപ്പിന്റെ ക്രെഡിബിലിറ്റി പോയി. ഇപ്പൊ ജയരാജന് ഈ അടുത്ത് എന്താ മുഖ്യമന്ത്രിയെ കുറിച്ച് തോന്നിയാ ശ്രമിച്ചു. അപ്പൊ നമ്മളെ പാർട്ടി സെക്രട്ടറി ശാസിച്ചു, നേതാക്കന്മാരെ കുറിച്ച് മാന്യമായിട്ട് സംസാരിക്കണം. ആരും പിണറായി വിജയനെ എന്റെ സഖാവെ മൊല്ലാക്ക നിന്ന് മൂത്രവെച്ച കുട്ടികൾ നടന്നു മൂത്രമൊഴിക്കും, സംശയമില്ലാത്ത കാര്യമില്ല. നിങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യാവസ്ഥയിൽ ഒരു പാർലമെന്റ് സ്ഥാനാർത്ഥിയെ കുറിച്ച് പറഞ്ഞത് പരന്നറിയുന്നതാണ്. അപ്പൊ പിന്നെ എം വി ജയരാജൻ പറയേണ്ടത് അറിയുന്നത് പറയേണ്ടത് മുഖ്യമന്ത്രിനെ കയറ്റി പിടിച്ചു. പാർട്ടിയുടെ ലീഡർഷിപ്പിന്റെ ക്രെഡിബിലിറ്റി തകർന്നു. ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് ശരീരത്തിനെതിർത്തപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നഷ്ടമുണ്ടായ കാര്യങ്ങള് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും അഖിലേന്ത്യാ മുസ്ലിം ലീഗുമായി വേർതിരിച്ചു നിന്ന ആ സംഘടനയിൽ അഖിലേന്ത്യാ മുസ്ലിം ലീഗ് CPM-ന്റെ കൂടെ ആയിരുന്നു. അഖിലേന്ത്യാ മുസ്ലിം ലീഗ് ആ ഒരൊറ്റ കാരണത്തിന്റെ പേരിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ഒരുമിച്ച് നിന്നു, ലയിച്ചു ഒരു പാർട്ടിയായി. CPM-ന് ഒന്നും സംഭവിച്ചു, ഒരു ചുക്കും സംഭവിച്ചില്ല. CPM തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ അഖിലേന്ത്യാ മുസ്ലിം ലീഗ് കൂടെ ഇല്ലാതിരുന്നിട്ടും ജയിച്ചു വന്നു. അതാണ് CPM. കാരണം CPM-ന്റെ സ്പേസ് എന്താണ്? CPM ഖുർആനിനെ എതിർക്കണം, CPM അള്ളാഹുവിന്റെ പ്രവാചകനെ എതിർക്കണം, CPM ഇസ്ലാമിക പ്രത്യയശാസ്ത്രത്തെ എതിർക്കണം. കാരണം അവർക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല മതം. ശങ്കരൻ നമ്പൂതിരിപ്പാട് അങ്ങ് ശബരിമലയിൽ വിളക്ക് വെക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. അതൊരിക്കലും അത് ദൈവം കത്തിക്കുന്നതല്ല. അവിടെ കാണുന്ന വിളക്ക് അത് കത്തിക്കുന്നതാണ്, വൈദ്യുതി മൂലം അവിടുത്തെ കമ്മിറ്റി കത്തിക്കുന്നതാണ് എന്ന് പരസ്യമായി നമ്പൂതിരിപ്പാട് പറഞ്ഞു. ഹിന്ദു കമ്മ്യൂണിറ്റി CPM-ന്റെ പിറകിൽ നിന്ന് പോയോ? ശരീഅത്തിനെ എതിർത്തതിന്റെ പേരിൽ മുസ്ലിം കമ്മ്യൂണിറ്റി CPM-ന്റെ പിറകിൽ നിന്ന് പോയോ? CPM എന്നാൽ നമ്പൂതിരിപ്പാടിൽ നിന്ന് പുറകോട്ട് വന്നപ്പോ നിങ്ങൾ എന്താ ചെയ്തത്? മുസ്ലിങ്ങളെ തൃപ്തിപ്പെടുത്താൻ, മുസ്ലിങ്ങളെ തങ്ങളുടെ കൂടെ നിർത്താൻ ജമാഅത്തെ ഇസ്ലാമിയുമായി സഖ്യം, LDF-ഉമായി സഖ്യം, അബ്ദുൽ നാസർ മദനിയുമായി സഖ്യം, രാജ്യത്തിലെ സകല മതമൗലികവാദികളെയും നിങ്ങൾ കൊണ്ടുവന്നു. മാപ്പിള സെമിനാർ നടത്തി, എല്ലാ വൃത്തികേടുകളും നിങ്ങൾ നടത്തി, നിസ്കാര കമ്മിറ്റി ഉണ്ടാക്കി, പള്ളി കമ്മിറ്റി പിടിച്ചെടുക്കാൻ പോയി. എന്നിട്ടോ അവസാനം മുസ്ലിങ്ങൾ നിങ്ങളുടെ കൂടെ നിന്നോ? ഇല്ല. എന്നാൽ ഹിന്ദു കമ്മ്യൂണിറ്റി നിങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ടോ? അവരും നിൽക്കുന്നില്ല. മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്പേസ് മാറും. ഇപ്പോ നിങ്ങൾ ആലോചിക്കുക, വാസുമാഷ നിങ്ങൾ കൂട്ടി. വാസുമാഷ എന്തിനാ കൂട്ടിയത്? വാസുമാഷ് നമോ വിചാർ മഞ്ച് ഉണ്ടാക്കിയ ആളാണ്. നിലവിലുള്ള BJPക്ക് തീവ്രവാദം പോരാഞ്ഞിട്ട് അദ്ദേഹം നരേന്ദ്രമോദിയുടെ ഫാനായി വന്നാണ്. വാസുമാഷ നിങ്ങൾ കൂട്ടി. കാരണം കണ്ണൂരിൽ പാനൂർക്കാരുണ്ടല്ലോ കുറെ ആളുകൾ. ഇവിടെ പാനൂർക്കാർ കുറെ ആളില്ലേ? നിങ്ങൾക്കറിയാലോ എന്താണ് വാസുമാഷ് എന്ന് പറയുന്നത്? കണ്ണൂർ കൊലപാതക രാഷ്ട്രീയത്തിലെ മറുപക്ഷമാണ്. ജയരാജൻ ഒരു ആസൂത്രണം നടത്തി ഒരാളെ കൊന്നാൽ മറുഭാഗത്ത് നിന്ന് പകരം വീട്ടേണ്ടത് വാസുമാഷാണ്. വാസുമാഷയുടെ ബുദ്ധിയാണ്, അദ്ദേഹത്തിന്റെ ആസൂത്രണമാണ് കണ്ണൂരിൽ CPM-നെ വിറപ്പിച്ച കൊലപാതക പരമ്പരകൾ ഉണ്ടാക്കിയത്. ആ വാസുമാഷും P ജയരാജൻ ഒന്നായി. ഞാൻ ഈ അടുത്ത് നോക്കുമ്പോൾ കണ്ണൂരിൽ പത്രത്തിലൊരു വാർത്ത, മുത്തുപറമ്പിനടുത്ത് അവിടെ ഒരു രക്തസാക്ഷി മണ്ഡപത്തിൽ നമ്മളെ വാസുമാഷ് നിന്നിട്ട് മുദ്രാവാക്യം വിളിക്കേണ്ടത്, രക്തസാക്ഷി മരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ. ഇവനെ കൊന്നത് എന്റെ സഖാവേ, നിങ്ങൾക്ക് എങ്ങനെയാണ് വാസുമാഷ പോലെ ഒരാളെ പാർട്ടിയുടെ വേദിയിൽ ഇരുത്തിയിട്ട് രക്തസാക്ഷികളെ വിറ്റ് കച്ചവടം നടത്തിയ ഒരു പാർട്ടിക്ക് മുമ്പോട്ട് പോകാനാവുക? നിങ്ങളുടെ ഗതികൾ നിങ്ങൾക്ക് മനസ്സിലാകും. എന്നാലും MP രാഘവന്റെ പാർട്ടി അതന്നെ ചെറുതാണ്, അത് പിന്നെയും വളർത്തിയിട്ട് അതിന്നൊരു കഷ്ണം കൂടെ കൊണ്ടു വെക്കേണ്ട വല്ല കാര്യമുണ്ടോ? കൂത്തുപറമ്പിലെ രക്തസാക്ഷി മണ്ഡപം, കൂത്തുപറമ്പിലെ 5 രക്തസാക്ഷികൾ നിങ്ങൾക്ക് എങ്ങനെ മറക്കാനാവുക? നിങ്ങൾ വിൽക്കുന്നത്
പാർട്ടിയുടെ സ്തംഭങ്ങളെയാണ്. താൽക്കാലിക ലാഭങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വിട്ടുതീർക്കുന്നത് പാർട്ടിയുടെ രക്തസാക്ഷികളെയാണ്. താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പാർട്ടികളുടെ വികാരത്തെ വിൽക്കാണ്. മരിച്ചുപോയ 5 രക്തസാക്ഷികൾ മാത്രമല്ല കുത്തുപറമ്പിൽ, പുഷ്പനുണ്ട്. പുഷ്പൻ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ്. ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ്. ആ പുഷ്പന്റെ വീട്ടിലേക്ക് ഇനി പോകാനാവില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർക്ക്. എവിടേക്കാണ് മാർക്സിസ്റ്റ് പാർട്ടി പോകുന്നത് എന്ന് നിങ്ങൾ പരിശോധിക്കണം. നിങ്ങൾക്ക് എന്തിനാവുക? മുസ്ലിം ലീഗ് പാർട്ടിയെ തകർക്കാൻ നിങ്ങൾ നടത്തിയ ശ്രമമൊന്നും ഞങ്ങൾ എതിർക്കുന്നില്ല. നിങ്ങൾ നടത്തിക്കോ, ആവണ പോലെ നടത്തിക്കോ, കുഴപ്പമില്ല. ഇത് UDF ഞങ്ങൾ സ്വാഭാവികമായിട്ട് 5 കൊല്ലക്കാവുമ്പോ ഒന്ന് പ്രതിപക്ഷത്തിരിക്കുക എന്നുള്ളത് കേരളത്തിലൊരു ചടങ്ങാണല്ലോ. നിങ്ങൾ സമ്മതിക്കണം, യാതൊരു ലക്ഷണവും ഇല്ല. ഒന്ന് പോയിട്ട് പ്രതിപക്ഷത്തിരുന്നൊന്ന് പഠിച്ചിട്ട് വരാന്ന് വെച്ചാൽ സമ്മതിക്കൂല. CPM ഉം CPI തമ്മിൽ എമ്മാതിരി വർത്താനാണ്. നമ്മളുടെ എന്താണ് പന്നി രമീന്ദ്രൊക്കെ മുടി അടിച്ചിട്ടാണ്. ഏത് ജാതി വർത്താനം? പന്ന്യന്റെ ഒക്കെ ഈ ജാതി ഡയലോഗ് പന്ന്യനുണ്ടായിരുന്നു നമ്മൾ ഇപ്പോഴാണ് മനസ്സിലാക്കി. ഞാൻ എല്ലാം പറയട്ടെ, സംഗതി CPM വിരോധമൊക്കെ ഉണ്ട്. പക്ഷെ CPIക്കാര് CPMകാരോട് ഡയലോഗ് അടിക്കാൻ മാത്രമുള്ള കോപ്പൊന്നും നിൽക്കില്ല. ഉള്ളത് പറയാലോ. സംഗതി നിങ്ങൾക്ക് കുറച്ച് ആദർശം സാധനമൊക്കെ, പക്ഷെ അണികളില്ല. എവിടെയാണോ നാലാപുരക്കാർ എത്ര പറയും? നാലാപുരത്ത് CPI ജയിക്കുന്നത് ആരുടെ കാര്യം കൊണ്ടാണ് നിങ്ങൾക്ക് അറിഞ്ഞിട്ട്? CPICPMന്റെ ഊരയിൽ കെട്ടിവെച്ചൊരു സാധനമാണ്. അവരാണെങ്കിൽ ആകെ കഷ്ടപ്പാട് നിൽക്കുക, കൂടെ നിൽക്കുന്നവർ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. എന്തു പറഞ്ഞാൽ CPMന്റെ ഒരു കാലക്കേട് വരുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. മര്യാദ കേടാണ് CPI ചെയ്യുന്നത്. CPMനെ മര്യാദ പഠിപ്പിക്കാവുന്ന രാഷ്ട്രീയം നിങ്ങളുടെ കയ്യിലില്ല. ഞാൻ ചോദിക്കുന്നത്, ഇടതുപക്ഷത്തിലെ മുന്നണിയിലെ 2 കക്ഷികൾ തമ്മിൽ തർക്കത്തിലാണ്. അതിലെ മുഖ്യ കക്ഷിയായ CPM അത് വേറെ പ്രശ്നത്തിലാണ്. എന്നിട്ടും നിങ്ങൾ മുസ്ലിം ലീഗിനെ വിടുകയില്ല. നിങ്ങൾ മുസ്ലിം ലീഗിന്റെ പുറകില് മുസ്ലിം ലീഗിനെ തകർത്താൻ നിങ്ങൾ ആരെ കൊണ്ടുവരാം? ഒരു മിനിമം ചോദ്യമാണ്. അത് വലിയ ഭയങ്കര ബുദ്ധിയൊന്നും വേണ്ട. ലീഗിനെ നിങ്ങൾ ശരിയാക്കുന്നു, അംഗീകരിച്ചു. ലീഗിന് പകരം നിങ്ങൾ ആരെ കൊണ്ടുവരും? നിങ്ങൾ NDF-നെ കൊണ്ടുവരുമോ? നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ കൊണ്ടുവരുമോ? നിങ്ങൾ അബ്ദുൽ നാസർ മദനിയെ കൊണ്ടുവരുമോ? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തകർന്നാൽ നിങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ആരെയാണ്? നിങ്ങൾ പറ, അതിന് ഉത്തരം വേണ്ട. ലീഗ് നാളെ ഇല്ലാതായാൽ നിങ്ങൾ ഈ ലീഗാരൊക്കെ കോൺഗ്രസ് പോവോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോവോ? അങ്ങനെയെങ്കിൽ ഉത്തർപ്രദേശിലെ മുസ്ലിങ്ങൾ പോണ്ടേ? ബംഗാളിലെ മുസ്ലിങ്ങൾ പോണ്ടേ? ബീഹാറിലെ മുസ്ലിങ്ങൾ പോണ്ടേ? മഹാരാഷ്ട്രയിലെ മുസ്ലിങ്ങൾ പോണ്ടേ? അവരെവിടെയും പോണില്ല. അവർ രാജ്യത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് പോലും മാറി നിൽക്കുകയാണ്. നിങ്ങൾക്ക് ഇവരെ കൊണ്ടുപോകാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ. എന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സുഹൃത്തുക്കളോട് ഈ അടുത്ത് കേരളക്കരയിൽ ഒരു വിവാദം ഉണ്ടായി, ലവ് ജിഹാദ് വിവാദം ഉണ്ടായി. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ പറയുന്ന എക്സ്ട്രീമിസ്റ്റുകളായിട്ടുള്ള ഈ വർഗീയവാദികൾ മുസ്ലിം ലീഗ് പാർട്ടിയുടെ ഒരു റാത്തലറച്ചിക്ക് വേണ്ടി മെനക്കെടുന്ന ഈ വർഗീയവാദികൾ, NDF ആയാലും അത് മാധ്യമമായാലും അത് മറ്റു പത്രങ്ങളായാലും മറ്റ് വർഗീയ സംഘടനകളായാലും അവരെടുത്ത ഈ വിഷയത്തിലെടുത്ത സമീപനം എന്താണ്? ഞാൻ ഈ അടുത്ത് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്കൊരു എൻ്റെ ഫേസ്ബുക്കിലും അതുപോലെ തന്നെ വാട്സാപ്പിലും ഒക്കെ ഒരു മെസ്സേജ് വന്നു. നിങ്ങൾക്കൊക്കെ പലർക്കും കിട്ടിയിട്ടുണ്ടാവും. ഒരു സുന്ദരിയായ പെൺകുട്ടി. ആ പെൺകുട്ടിയുടെ ഫോട്ടോ വെച്ചിട്ട് പറയും, ഈ പെൺകുട്ടി കഴിഞ്ഞ ആഴ്ചയിൽ ഇരിട്ടിയിൽ നിന്ന് ഒരു ഹിന്ദു സഹോദരന്റെ കൂടെ ഒളിച്ചോടിയത്. RSSകാരനാണ് ഇയാൾ. ഞാനത് നോക്കിയത് വിട്ടു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇതേ പെൺകുട്ടിയുടെ ഫോട്ടോ ഒരു മെസ്സേജ് ഫോണിൽ. പരപ്പനങ്ങാടിയിലെ ഈ പെൺകുട്ടി ഒരു RSSകാരന്റെ കൂടെ ഒളിച്ചോടിയിട്ട് 2 ആഴ്ചയായി. അപ്പോഴെനിക്ക് സംശയമായി, ഇതെന്താ കേസ്? ഞാൻ അറിയാവുന്നവരെ കുറിച്ച് പരപ്പനങ്ങാടിയിൽ എൻ്റെ സഹപ്രവർത്തകനായിരുന്ന അത്രാംകുട്ടിനൊക്കെ വിളിച്ച് ഞാൻ ചോദിച്ചു, ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, അങ്ങനെ സംഭവമേ ഇല്ല, അന്വേഷിച്ചിട്ട് പറഞ്ഞു. ഞാൻ ഇരിട്ടിയിൽ വിളിച്ചു, അങ്കാരി നിലകരി അവിടെ നിന്ന് അന്വേഷിച്ചിട്ട് പറഞ്ഞു, സംഗതി വസ്തുതയാണ്, കറക്റ്റാണ്. അങ്ങനെ എന്ത് കറക്റ്റ്? ഈ പെൺകുട്ടി ശരിയാണ്, പെൺകുട്ടിയുണ്ട്. പക്ഷെ 2 കൊല്ലം മുമ്പ് കല്യാണം കഴിഞ്ഞ് ഗൾഫിൽ ഭർത്താവിനോട് താമസിക്കുകയാണ്. ഒരു കുടുംബത്തിലെ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ വെച്ച് പ്രചരണം നടത്തണം. മുസ്ലിം പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ RSSകാരെ സ്റ്റഡി ക്ലാസ് നടത്തുന്നു. ഹിന്ദു പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ NDFകാർ സ്റ്റഡി ക്ലാസ് നടത്തുന്നു. അതാണ് നമ്മുടെ നാട്ടിലെ പത്രക്കാരടക്കം പ്രചരിപ്പിക്കുന്ന ഒരു കാര്യം. ഈ പെൺകുട്ടികളെ എങ്ങനെ സ്റ്റഡി ക്ലാസ് നടത്തി തട്ടിക്കൊണ്ടുപോയി മനസ്സിലാക്കില്ല. അവരെങ്ങനെ പോകുമ്പോൾ അവരെങ്ങനെ പിടിച്ചുകൊണ്ടിരണം, അവരെങ്ങനെ അവരെ വസ്ത്രം പിടിച്ചു വലിക്കണം, അല്ലെങ്കിൽ അവരെ എങ്ങനെ സ്റ്റഡി ക്ലാസ് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ചോദിക്കണത്, നമ്മുടെ വീട്ടിൽ കഴിയുന്ന മറ്റൊരു വീട്ടിൽ കഴിയുന്ന ഒരു പെൺകുട്ടിയെ വേറെ സ്റ്റഡി ക്ലാസ് നടത്തിയിട്ട് എങ്ങനെ കൊണ്ടുപോവുക? മനസ്സിലായില്ല. പിന്നെ തട്ടിക്കൊണ്ടുപോവുക, അതല്ലേ കാര്യം? ഞാൻ ചോദിക്കട്ടെ
ഒരു ഭാഗത്ത് അച്ഛനുണ്ടാകും, അമ്മയുണ്ടാകും, വാപ്പുണ്ടാവും, ഉമ്മ ഉണ്ടാവും. തന്റെ ഗർഭധാപാത്രം പൊട്ട് പുറത്തിറങ്ങിയ തന്റെ മകൾ ഇങ്ങനെ വരുന്നത് നിറക്കണ്ണോടുകൂടി അമ്മ അങ്ങനെ നോക്കി നിൽക്കും. തന്റെ ജീവിതത്തിലെ സർവസ്വവും ചെലവഴിച്ച് ഒരുപക്ഷെ ഈ മണലാരണ്യത്തിൽ വന്ന് കഷ്ടപ്പെട്ട് പോറ്റി വളർത്തിയ തന്റെ മോള് വരുന്നത് വാപ്പങ്ങനെ അച്ഛനിങ്ങനെ നോക്കി നിൽക്കും. മകളിങ്ങനെ പതുക്കെ പതുക്കെ വന്ന് കോടതിയുടെ മുമ്പിൽ വന്നിട്ട് പറയും, ഞാൻ ഇന്നലെ കണ്ട ഈ ചെറുപ്പക്കാരനെ കൂടെ പോവാണ്, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഞാൻ ചോദിക്കുന്നത്, ഇതൊരു അച്ഛൻ്റെ ദുഃഖമാണ്, ഇതൊരു അമ്മയുടെ ദുഃഖമാണ്, ഇതൊരു ഉമ്മയുടെയും വാപ്പയുടെയും ദുഃഖമാണ്, സമുദായത്തിന്റെ ദുഃഖമാണ്. സമുദായത്തിനായി ഏറ്റെടുക്കുന്നത് ഹിന്ദു സമുദായം, മുസ്ലിം സമുദായം എന്തിനാ ഏറ്റെടുക്കുന്നത്? നിങ്ങൾ പറ, എന്താ അതിന് കാര്യമുള്ളത്? ഒരു ചെറുപ്പക്കാരൻ മറ്റൊരു ചെറുപ്പക്കാരിയെ തട്ടിക്കൊണ്ടുപോയാൽ ഹിന്ദു ആവട്ടെ മുസ്ലിം ആവട്ടെ അതൊരു കമ്മ്യൂണിറ്റിയുടെ വിഷയമാകുന്നത് എങ്ങനെയാണ്? നിങ്ങൾ കുറച്ച് ആളുകൾ അള്ളാഹുവായിട്ട് കരാറുണ്ടാക്കിനോ? അടുത്ത 2014 കഴിയുമ്പോഴത്തേക്ക് ഞാൻ 200 പേരെ ദീന് കൂട്ടാൻ. 2013 അള്ളാഹു കുറച്ച് കുറഞ്ഞു പോയി, ഞങ്ങൾ അടുത്ത പ്രാവശ്യം മെയിൻറ്റെയിൻ ചെയ്യാം. ആർക്കും വരടോ നിന്റെ കത്തിയും കോടാലിയും കൂട്ടിട്ട് ദീനിലേക്ക് ആളുകൾ. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് ഖുർആനിൽ ഒരു പ്രയോഗമുണ്ട്. ഇബ്രാഹിം അല്ലദീ വഫ എന്നാണ്. ഇബ്രാഹിം നബിയെ നിങ്ങൾ വിജയിച്ചിരിക്കും. എങ്ങനെ വിജയിക്കുക? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ? നിരാശനായിരുന്നു ഇബ്രാഹിം നബി. തന്റെ ഉമ്മത്ത് കൂടെ വന്നില്ല. അവസാനം കഅബയിലെ ചെറുബിംബങ്ങളെ പൊളിച്ചിട്ട് വലിയ ബിംബത്തിന്റെ ചുമലിൽ കോടാലി വെച്ചിട്ട് നിരാശയോടെ പറയുന്ന ഒരു ഘട്ടമുണ്ട്, ഇതാ ഇയാളെ കൊന്നത്, ഇതിനൊക്കെ തകർത്തത്. ഇബ്രാഹിം നബിയുടെ ഉമ്മത്ത് ഇബ്രാഹിം നബിയുടെ കൂടെ വന്നില്ല. പക്ഷേ ഖുർആൻ പറയുന്നത് ഇബ്രാഹിം അല്ലദീ വഫ എന്നാണ്. കത്തിയും കോടാലിയും കാട്ടിയിട്ട് എന്തിനാണോ ദീനിലാണ്? എന്തിനാ ദീനിലാണ്? നിന്റെയൊക്കെ കത്തിയും കോടാലിയും കാട്ടിയിട്ടാണ് അള്ളാഹുവിന്റെ ദീനിൽ ആളെ നിൽക്കേണ്ടതെങ്കിൽ പിന്നെ ഈ ഖുർആന്റെ അമാനുഷികത എന്താണ്? അള്ളാഹുവിന്റെ പ്രവാചകരെ കുറിച്ച് നാം വിശ്വസിക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ദുർബലരായ കുറെ ആളുകളുടെ ഇന്നലെ ചില ചെറുപ്പക്കാർ സമുദായത്തിന്റെ പ്രൊട്ടക്ഷനായിട്ട് വരികയാണ്, അല്ലേ? അങ്ങ് വരികയാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് ദീന് വരുത്ത് അങ്ങനെ ഈ ശൈത്താൻ കൂടുക എന്നൊക്കെ പറഞ്ഞില്ല, അതുപോലെയാണ്. ഒരു ബറയലാണ്. പെട്ടെന്നൊരു ദിവസം കാണുന്നത് താടി ഇങ്ങനെ വരുന്നതാണ്. എന്നെ വമ്പിച്ച നിൽക്കാരൻ നന്നായിരുന്നു. ഞാൻ ചോദിക്കണത്, ഒരു ദിവസം ഒരു വിറ കൊണ്ട് വരേണ്ട സാധനം മിന്നൽ കെട്ടിട്ട് വരുന്ന ദീൻ ഹൃദയത്തിലാണ് ഉണ്ടാകുന്നത്. അതൊരു ആനന്ദമാണ്, അതൊരു സന്തോഷമാണ്. മതം മൻ എന്ന് പറയുന്ന സംസ്കൃത പദത്തിൽ നിന്നുണ്ടായതാണ്. മനസ്സിലാണ് മതം ഉണ്ടാവുന്നത്, തൊലിപ്പുറത്തല്ല. അത് മനസ്സിലുണ്ടാകുമ്പോൾ അവന്റെ മുഖത്ത് ഒരു ആർദ്രത ഉണ്ടാവും, സഹാനുഭൂതി ഉണ്ടാവും, കാരുണ്യം ഉണ്ടാവും. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോഴാണ് അതിന്റെ സന്തോഷം ഉണ്ടാവുക. മതമുള്ളവന് മറ്റുള്ളവന്റെ മുകളിൽ പോക്കിരിത്തരം കടിക്കണമില്ല. നമ്മുടെ നാട്ടിൽ ദീന് സംരക്ഷിക്കാൻ കുറച്ച് ആൾക്കാരങ്ങ് ഇറങ്ങുകയാണ്. എന്ന് പറയുന്ന മൂല്യരോട് നിങ്ങൾ പള്ളി കയറിക്കോളി, നമ്മൾ പുറത്തുണ്ട്, ഓന്ന് കയറുന്നില്ല, ഒന്ന് കാവലിക്ക് വേണ്ടി. ഇവിടെ ഈ ജാതി ഗുണ്ടകളുടെ പിൻബലത്തോടെ വേണോ പള്ളി നടക്കാൻ? ഈ ജാതി ഗുണ്ടകളുടെ പിൻബലത്തോടെ വേണോ ദീന് നടക്കാൻ? ഇവന്റെ ശക്തി കൊണ്ട് വേണോ വിശുദ്ധ ഖുർആൻ നിലനിൽക്കാൻ? പിന്നെ ദീൻ എന്താ പ്രസക്തി? ഖുർആൻ എന്താ പ്രസക്തി? അള്ളാഹുവിന്റെ പ്രവാചകൻ എന്താ പ്രസക്തി? ഇത് അസംബന്ധമാണ്. ഇത്തരം വർഗീയവാദികളായിട്ടുള്ള ഭീകരവാദികളായിട്ടുള്ള ഒരു കൂട്ടം ആളുകളെ സഹായിക്കാൻ ഈ കേരളത്തിലെ മുസ്ലിം ലീഗ് പാർട്ടിയെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചവരുന്നു. ഞങ്ങൾക്ക് സങ്കടമൊന്നുമില്ല. ഞങ്ങള് സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് പാർട്ടി അതിന്റെ ഏറ്റവും മനോഹരമായ ഘട്ടത്തിലാണ് പോകുന്നത്. ഏറ്റവും മനോഹരമാണ്. ഒരുപാട് സമരങ്ങൾ ഇത് നൗഷാദയുടെ വേദിയിലുണ്ട്. അദ്ദേഹം രാവിലെ പ്രസംഗിക്കുമ്പോൾ പലരും പറഞ്ഞു, ആളുകളെ കരയിപ്പിച്ചുകൊണ്ട് നമ്മുടെ മലപ്പുറം വെടിവെപ്പും അവകാശ സമരങ്ങളും പോരാട്ടങ്ങളും ഒക്കെ. പക്ഷെ ഇപ്പൊ എന്താ വേദിയിൽ നേതാക്കന്മാർ പറഞ്ഞത്? ഞങ്ങൾ ബൈത്തുർ റഹ്മയെ കുറിച്ചാണ്. മജീദ് സാഹിബ് പറഞ്ഞെന്താ, ഞങ്ങള് ദൂർത്ത് പാടില്ല എന്നാണ്. നമ്മൾ എവിടുന്നാണ് തുടങ്ങിയത്? റൊട്ടി കപ്പട മക്കാൻ അല്ലേ? പശ്ചിമ ബംഗാളിലെ മുസ്ലിം ലീഗിന്റെ നേതാവ് ഇന്ത്യയിലെ ആ മുദ്രാവാക്യം വിളിച്ചത് റൊട്ടി കപ്പട മക്കാൻ. ഒരു നേരത്തെ ഭക്ഷണത്തിനു വേണ്ടി യാചിച്ചു തുടങ്ങിയ ഒരു സംഘടനാ സംവിധാനത്തിന്റെ ബലാണ് ഇപ്പൊ പറയുന്നത്. ഇങ്ങനെ ഓവർ തിന്നല്ലേ? നിങ്ങൾക്ക് ആർഭാടം പാടില്ല. ഭക്ഷണത്തിന് വേണ്ടി സമരം ചെയ്ത ഒരു സംഘടന 2014 ആകുമ്പോൾ പറയുന്നു ആർഭാടം അരുത്. പിന്നെ എന്താണ് ലീഗ് ചെയ്യണത്?
എന്തുണ്ടാക്കിയെന്ന് നിങ്ങൾ ചോദിക്കുന്നത്? അപ്പൊ ഫേസ്ബുക്കിൽ എന്താണ് ആർഭാടത്തിനെതിരെ എന്നിട്ട് പറയും കുഞ്ഞാലിക്കുട്ടി സാഹിബ് ബെൻസിൽ പോകും. ഞാൻ ചോദിക്കട്ടോ, കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഓട്ടോറിക്ഷ പോയപ്പോൾ എന്താ പറയാ, ജാടയാണ് അല്ലേ? കുഞ്ഞാലിക്കുട്ടി സാഹിബ് ബെൻസിൽ പോകും. ലീഗിന്റെ നേതാക്കന്മാർ അത്യാവശ്യം സൗകര്യത്തിൽ ജീവിക്കുന്നു. കാര്യം എന്താണ്? നിങ്ങൾ ലീഗിന്റെ അണികളൊക്കെ അത്യാവശ്യം സൗകര്യത്തിലാണ്. സമുദായം വളർന്നപ്പോൾ നേതാക്കന്മാരും എല്ലാവർക്കും ഒരുപോലെ അതിന്റെ വളർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങളത് അങ്ങനല്ല. നിങ്ങൾ ചായ അടിക്കണോ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ണൂരിലൊക്കെ ഗ്രാമപ്രദേശത്തൊക്കെ പോയ സങ്കടമാണ്. മറ്റൊരു വീടി തെരച്ചോണ്ടിരിക്കുകയാണ്. പിണറായി വിജയൻ നല്ല ബെൻസ് പോവാണ്. അതാ വ്യത്യാസം. ഞാൻ ചോദിക്കുന്നത് ഒരു കമ്മ്യൂണിറ്റിയുടെ വളർച്ചയാണ് നിങ്ങൾ കാണേണ്ടത്. ഇവിടെ റൊട്ടി കപ്പട മക്കാൻ എന്ന് വിളിച്ച ഒരു ജനത ധൂർത്തിനെ കുറിച്ച് സംസാരിക്കുന്നു. എവിടേക്കാണ് ഒരു പാർട്ടി എവിടെ എത്തിയെന്ന് നിങ്ങൾ പറയേണ്ടത്? എവിടെ എത്തി നിൽക്കുന്നത്? ധൂർത്തിനെ കുറിച്ച്. നിങ്ങളോട് ഈ കല്യാണം ഇങ്ങനെ ആർഭാടാക്കരുത്, ഇങ്ങനെ ഭയങ്കരാക്കരുത്, നിങ്ങൾ ധൂർത്ത് കുറക്കണം. അപ്പൊ വേറെ ചില ആളുകൾ ധൂർത്ത് എന്ന് പറഞ്ഞപ്പോൾ അതെല്ലാം കൂടെ കൊണ്ട് കല്യാണത്തിന്റെ പരിധിയിലാണ്, ബാക്കിയൊക്കെ ആവാന്നാണ്. എല്ലാ അർത്ഥത്തിലുണ്ട് ധൂർത്ത്. കമ്മ്യൂണിറ്റിയുടെ എല്ലാ അർത്ഥത്തിലുണ്ട്. വീട്ടുകൂടൽ ആരാ ഉണ്ടാക്കിയത്? കല്യാണത്തിനൊന്നുമില്ലെങ്കിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നാളെ ഒരു പെൺകുട്ടിനെ കയ്യും പിടിച്ച് നടന്നു പോകുമ്പോൾ ആളുകൾ ചോദിക്കരുത്, ഏതാ കുട്ടി ചോദിക്കരുത്. അവിടെ അയൽപക്കക്കാരെ വിളിച്ചിട്ട് സദ്യ കൊടുക്കും. ഒരേ കൂടുതൽ ആരാ ഉണ്ടാക്കിയത്? ഒരേ കൂടുതൽ കല്യാണത്തിന് കടമില്ലതല്ലേ? ഇപ്പോ കുറ്റുഷ എന്ന് പറഞ്ഞാൽ എന്താ പരിപാടി അല്ലേ? ഹെലികോപ്റ്ററിലൊക്കെ അല്ലേ വന്നിട്ട് എന്താണ് വീട്ടിന്റെ താക്കോല് താഴേക്ക് ഇറങ്ങി വരിക, എന്നിട്ട് മൂപ്പര് പോയി തുറക്കുക അല്ലേ? എന്തെല്ലാം പരിപാടിയുണ്ട്. മതസംഘടനകളുടെ ആർഭാടത്തെ നിങ്ങൾക്ക് എങ്ങനെയാണ് കുറച്ച് കാണാനാവുക? എങ്ങനെ കാണാനാവുക? മതസംഘടനകൾ മുഴുവൻ കമ്പ്ലീറ്റ് റോട്ടുമലല്ലേ? ഞാൻ ചോദിക്കുന്നത് എന്തിനാ ഇങ്ങനെ ഈ ആളെ കൂട്ടിയിട്ട് റോട്ടുമലി മതസംഘടനകൾ പ്രകടനം നടത്താൻ എനിക്ക് മനസ്സിലായില്ല. ആളാനെ പഠിപ്പിക്കാനാ? ഞങ്ങൾ കോൺഗ്രസിനെ പഠിപ്പിക്കാനാണ്. ഞങ്ങൾ പഞ്ചായത്ത് മുഴുവനാണ് കോൺഗ്രസിനോട് തങ്ങളെ സീറ്റുമ്പോൾ കുറക്കാന്ന് കൈ വെച്ച് കളിക്കണ്ട, ഞങ്ങൾ ഇത്ര ആണ്ടെന്ന് കാണിക്കാനാണ്. ഇത് രാഷ്ട്രീയമാണ്. ഞാൻ യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് ആകുമ്പോൾ കോഴിക്കോട് പത്രക്കാരുടെ സഹായത്തോടുകൂടെ ഒരു സർവേ നടത്തി. ഒരു വർഷം 11 കൊല്ലം മുമ്പുള്ള കണക്കാണ്. ഒരു വർഷം കോഴിക്കോട് ഇവന്റ് മാനേജ്മെന്റിന് മതസംഘടനകൾ കൊടുക്കുന്ന പണം 9.5 കോടി ഉറുപ്പിയാണ്. കോഴിക്കോട് നഗരത്തിൽ മാത്രം. അറിയാങ്ങള്? കോഴിക്കോട് നഗരത്തിൽ മാത്രം. ഇതെങ്ങനെ ഉണ്ടാവുന്നത്? ഇത് തടുക്കപ്പെടേണ്ടേ? ആര് പറയും? നാളെ പ്രവാചകൻ വരുമോ? അന്ത്യപ്രവാചകൻ വന്നു കഴിഞ്ഞു. ഇനി പ്രവാചകനില്ല, നമ്മളാണ് ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത്. പുറത്തുനിന്ന് ഒരാൾ വരില്ല. ഇവിടേക്ക് കമ്മ്യൂണിറ്റിയുടെ പോക്ക് നിങ്ങൾ പരിശോധിക്കും. എത്ര ഭീകരമായി ഭക്ഷണത്തിന്റെ ദൂർത്ത്. കല്യാണങ്ങളുടെ ഏറ്റവും ഭീകരം ഭക്ഷണമാണ്. എന്തൊരു ഭക്ഷണം കല്യാണത്തിൻ്റെതോ പോട്ടെ. നമ്മൾ ആരാധനകൾ നോക്കുന്നത് ഇപ്പൊ ഈ ഹജ്ജിന് പോവാന്ന് പറഞ്ഞ നമ്മുടെ നാട്ടിൽ വമ്പിച്ച പരിപാടിയാണ്. ഒരു ദിവസം നോക്കുമ്പോൾ ചന്ദ്രിക പത്രത്തിൽ ഒരു വലിയ പരസ്യം വന്നിരിക്കുന്നു, ഞാൻ ഹജ്ജിന് പോവാണ്. ഞാൻ പോയോടോ, എനിക്കെന്ത് കാര്യം? നമുക്കറിയില്ല ആളെ. അറിയാത്ത ആളെ ഇതിനെ പത്രത്തിൽ കൊടുത്തില്ല ഹജ്ജിന് പോകണമെന്ന്. ചന്ദ്രികയുടെ പരസ്യം കൊടുക്കല്ലേ കിട്ടിക്കോട്ടെ. ഞാൻ ചോദിക്കുന്നത് ഇതെന്തിനാണ്? റിയാളെന്ന് പറയും, ലോകമാന്യം. ഒരു പുണ്യവും അതും ഉണ്ടാവില്ല, ഒരു ഇബാദത്തും നിൽക്കില്ല. ഇങ്ങനെ മൈക്കെട്ടി പറയാൻ മാത്രം പാപം ചെയ്തിരുന്നു. നല്ല സാമ്പത്തിക ഇടപാടുണ്ടാവും ഓനെ കണ്ടിട്ട്. പിന്നെ ഇടപാടുള്ളവനെ മറന്നുപോയാൽ അത് പരലോകത്ത് പോയി നോക്കുക തന്നെയുണ്ട്. അതിനെ പത്രത്തിൽ കൊടുത്തിരിക്കേണ്ട കാര്യം എന്തിന്? ഫേസ്ബുക്കിൽ കൊടുക്കേണ്ട കാര്യം എന്തിന്? എന്തിന് വാട്സാപ്പിൽ ഇടേണ്ട കാര്യം? ഹജ്ജിന് പോകുന്ന തലേ ദിവസം ഈ ആർഭാടത്തെ നാട്ടുകാർക്ക് ഭക്ഷണം കൊടുക്കുന്നത് എന്തിന്? നിങ്ങൾ പറ, എന്തിനാണ് ഈ ആഘോഷങ്ങൾ? എന്തിനാണ്? ഇബാദത്ത് അള്ളാഹുവും നമ്മളും തമ്മിലുള്ള ഒരു ഇടപാടാണ്. അതിൽ ആർക്കും കാര്യമില്ല. ഇപ്പോൾ ഭാര്യക്കില്ല, മക്കൾക്കില്ല, കുട്ടിയക്കില്ല, വാപ്പക്കില്ല, സമുദായത്തിലില്ല. ഞാൻ നമസ്കരിച്ചാൽ ഞാനും അള്ളാഹുവും തമ്മിലുള്ള ഇടപാട്. ഭാര്യയ്ക്ക് ഒരു ഗുണമില്ല. ഞാൻ നോമ്പ് നോറ്റാൽ അള്ളാഹുവും ഞാനും തമ്മിലുള്ള ഇടപാട്. അയൽവാസിക്ക് ഗുണമില്ല. എന്താ ഉള്ളത്? ഹജ്ജിന് പോയാൽ ഒരു വർഷം കാരയ്ക്ക് ഒരു ചെറിയ ഒരു അരൗൺസ് സംസം വെള്ളം കിട്ടും. വേറെ ഗുണം നാട്ടുകാരില്ല. നമ്മളും അള്ളാഹുവും തമ്മിലുള്ള ഒരു ഇടപാടാണ് സൃഷ്ടിയും സൃഷ്ടാവും തമ്മിലുള്ളത്. അതിനെന്തിനാണ് ഇങ്ങനെ ആഘോഷിക്കുന്നത്? അല്ലല്ലേ? ഇപ്പൊ ഞാൻ ഉംറ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എന്താ സ്ഥിതി നിങ്ങൾ വിചാരിച്ചത്? റമദാൻ മാസം നമ്മുടെ നാട്ടിലൊക്കെ ഒറ്റ പൈസക്കാരുണ്ടായാലും ഒക്കെ പോവും, ഉംറ പോവും. കാര്യം എന്താണ്? ഉംറ 25,000 രൂപ മതി. നാട്ടിൽ നിന്ന് 15 കൂടുതൽ സക്കാത്ത് കൊടുക്കണം. ലാഭം എല്ലാം പോവാണ്. ഇപ്പൊ പിരുവാരും ഉംറക്ക് തുടങ്ങി. കാരണം അവിടെയാണ് പൈസക്കാരൊക്കെ ഉള്ളത്. അങ്ങോട്ട് പോകും. പിരുവാരായിട്ട് ഓരോ വളവ് കേട്ടിരിക്കുന്നു. ഓരോ അങ്ങോട്ട് പോവാണ്. ഞാൻ ചോദിക്കും, അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ റമദാനും മദീനയിലും മക്കത്ത് വന്നിരുന്നോ ഉംറ നിർവഹിക്കാൻ? പ്രവാചകനേക്കാൾ വലിയ ആളുകളാണ് അല്ലേ? അള്ളാഹിനേക്കാൾ വലിയ നീതിബോധം ഉണ്ടാവുക, പ്രവാചകനേക്കാൾ വലിയ എന്താണ് ഇബാദത്തുകാരനാവുക. ഇത് നാട്യാണ്.
ഈ നാട്യങ്ങൾ അവസാനിപ്പിക്കാൻ കഴിയണം. ഈ ഭക്ഷണത്തിൽ റമദാനൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഞാൻ പറയുമ്പോൾ കണ്ണൂർ MLA ആയതിനു ശേഷം കണ്ണൂർക്കാർ സംഗതി ഭയങ്കര സ്നേഹമാണ് എന്ന് പറയുന്നത്. ഭയങ്കര സ്നേഹമാണ്. ഞാൻ തങ്ങളോട് പറയുന്നുണ്ട്, അവർ സ്നേഹം എന്ന് പറഞ്ഞാൽ വെറുതെ എല്ലാ പുതിയ പിള്ളേരൊക്കെ ഗൾഫിൽ വരാൻ മടിക്കുന്നത് ഏത് ജാതി തീറ്റിക്കല്ലാണ്. പുതിയ പിള്ളേരാണെങ്കിൽ കണ്ണൂരെ പുതിയ പിള്ളാവണം. ഞാൻ ഒന്നുകൂടി കെട്ടണം കഴിയുന്നില്ല പറഞ്ഞു മാത്രമല്ല. ഞാൻ പറയും അത് അങ്ങനെയാണ്. ഭക്ഷണം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഭക്ഷണം. മുട്ട കൊണ്ടൊക്കെ മാലുണ്ടാക്കും പെണ്ണുങ്ങൾ. സത്യത്തിൽ നമ്മൾ കണ്ണൂരിലെ പെണ്ണുങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് ISRലൊക്കെ ചേർക്കണം. ഒരു ഇതിനേക്കാൾ മുമ്പ് തന്നെ റോക്കറ്റ് കൊണ്ടിട്ടുണ്ടാവും. മുട്ടോട്ട് നിങ്ങളെ നമ്മളെ മാധവനോട് ചോദിക്കും, മൂവരോട് കോഴി മുട്ട കൊടുത്തിട്ട് മാല ഉണ്ടാക്കാൻ പറയും. ഉണ്ടാക്കാൻ കഴിയില്ല. അതൊക്കെ വലിയ പഠിച്ചു. കോഴി മുട്ടോട്ട് മാല ഉണ്ടാക്കുന്നവർക്ക് പിന്നെ ബോംബുണ്ടാക്കാൻ മണി. അതാണ് വളരെ വളരെ ഭയങ്കര ഭക്ഷണം. നമ്മുടെ CH മുഹമ്മദ് കോയ സാഹിബ് അറിയാം, എല്ലാവരും പറയും തങ്ങളൊക്കെ പറഞ്ഞാൽ ഭക്ഷണം തീറ്റിച്ചിട്ട് അങ്ങനെ അങ്ങനെ മരിച്ചു എന്ന് പറയാം. അതാണ് അങ്ങനെ പറയും. ആ CH ഒരിക്കലും തലശ്ശേരി ഭക്ഷണം കഴിക്കണം, നോമ്പുറക്കം പോയത്. ഭക്ഷണം കണ്ട് CH തഹയറായിപ്പോയി. രാത്രി ചന്ദ്രികയിൽ വന്നിട്ട് ഒരു സാങ്കല്പിക കഥ എഴുതി CH. ആ കഥ അങ്ങനെ നോമ്പ് നിർബന്ധമാക്കിയപ്പോൾ നമ്മൾ കണ്ണൂക്കാരെല്ലാം കൂടെ അള്ളാനെ കാണാൻ പോയി. ഒരു സാങ്കല്പിക കഥ. അള്ളാനോട് പറഞ്ഞു, ഇതൊരു വലിയ കഷ്ടമായിപ്പോയി. ഈ സുബൈ മുതൽ മാരി പോലെ അതൊന്ന് ചൊരിക്കില്ല 100 മുതൽ അസ്ര വരെ. അതാ പറഞ്ഞു പറ്റില്ല. അവൻ 100 മുതൽ മാരി പോലെ പറ്റില്ല. എന്നാ പിന്നെ ആയിക്കോട്ടെ, ആ സമയമൊക്കെ അങ്ങനെ ആയിക്കോട്ടെ. എന്നാൽ പിന്നെ ഓരോ ഭക്തനും ഒരു ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ പറഞ്ഞു പറ്റില്ല. എന്നാൽ പിന്നെ പച്ചവെള്ളം തീരെ സമ്മതിക്കില്ല. ഒരു രക്ഷയില്ല. അള്ളാഹ്ക്കൊരു കുഴപ്പമില്ല. നടന്നപ്പോൾ കണ്ണൂക്കാരൻ ചോദിച്ചു, ഒരു പോരുമ്പോൾ ചോദിച്ചു, അല്ല ഈ പറഞ്ഞത് ഈ സുബൈ മുതൽ മാരി പോരല്ലേ? എന്നാ കാണിച്ചു തരാൻ. പകൽ പട്ടിണിക്കിട്ട് അള്ളാഹോട് രാത്രി തിന്ന് പകരം വീട്ടിൽ എന്ത് ജാതി തീറ്റ. കോഴിക്കോട് കുട്ടിച്ചെറുക്കത്തിൽ പോണ റമദാൻ മാസം നേരം വെളുക്കണവരെ പൊരിച്ചതും കരിച്ചത് തിന്നുകൊണ്ട് എല്ലാവരും. ഞാൻ നിയമസഭയിൽ കഴിഞ്ഞ റമദാൻ 20 ദിവസവും നിയമസഭയിൽ അവിടെ ചെന്നാൽ നോമ്പുറക്കം, ഞാൻ നോമ്പുറക്കം എവിടെയും പോകാറില്ല. എവിടെയും അവിടെ നിൽക്കലാണ്. കാരണം അവിടെ ഓട്സ് ഒന്നും കാച്ചു കുടിക്കലാണ്. അപ്പം അവിടുന്ന് എനിക്ക് നിയമസഭയിൽ വെച്ചാൽ തൊട്ട് മുമ്പിലാണ് നമ്മുടെ പ്രതാപൻ MLA. മൂപ്പര് ഭയങ്കര നോമ്പാണ്. നിങ്ങൾക്കറിയാം, പ്രതാപൻ്റെ ഭാര്യ മക്കളൊക്കെ നോമ്പ് നോക്കും. നോമ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര നോമ്പാണ്. ബാങ്കിന് കൊടുത്ത സുബൈ കൊടുത്ത അപ്പം ഭക്ഷണം നിർത്തും. മാരിബിനൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ നോക്കിക്കാൻ ഇടക്കിടക്ക് എന്നെ വിളിച്ച് ഷായി ബാബു. ഞാൻ ഒരു ബാങ്ക് കൊടുക്കും പറയും, ഓവറാക്കാൻ ഞാൻ വന്നോളൂ. അങ്ങനെ നോമ്പുറക്കലാണ്. വളരെ കറക്റ്റ്. ഒരു ദിവസം ഞാൻ ചോദിച്ചു, അല്ല പ്രതാപേട്ടൻ നമുക്ക് നവനെ മാരിബ് കൂടി ധരിച്ചുണ്ട്. മുസ്ലിങ്ങൾക്ക് ഞാൻ നോമ്പുറക്കുന്നത് ദുനിയാവുമായിട്ട് ബന്ധപ്പെട്ട കേസിലുണ്ട്, അല്ലാതെ ആഹുറമായിട്ട് ബന്ധപ്പെട്ടല്ല. ഞാനിങ്ങനെ ആലോചിച്ചു, കറക്റ്റാണ്. മൂപ്പർക്ക് ദുനിയാവുണ്ട്, നമുക്ക് ദുനിയാവുണ്ടാവില്ല, ആഹുറുണ്ട്. ആ ജാതി തീറ്റയാണ്. സകല രോഗം വരും, സകല ഏർപ്പാടുണ്ടാവും. എന്നിട്ട് നോമ്പ് ഇന്ന് തുറന്ന് ഭക്ഷണം കണ്ട് കഴിച്ചിട്ട് ഒരാൾ പറഞ്ഞാൽ ഇനി തറാവില്ലേ ചോദിച്ചു. തറാവ് ഇനി ഒറ്റ നിൽക്കാനുള്ളൂ, മയ്യത്ത് കരകാറ് റുക്കൂല്ലല്ലോ, അതാ നടക്കുള്ളൂന്നാണ്. ഇങ്ങനെ ഭക്ഷണം കഴിക്കുക എന്തിനാണ് ഞാൻ ചോദിക്കണത്? ലോകത്തിനൊരു സൈക്ലിംഗ് ഉണ്ട്. അതെന്താണെന്നറിയാം, നമ്മൾ ഒരു സ്ഥലത്ത് ഒരാൾ ഭക്ഷണം കഴിക്കുമ്പോൾ മറുഭാഗത്ത് ഒരാൾ പട്ടിണി കിടക്കുന്നുണ്ട്. ലോകത്തിലെ മുഴുവൻ മനുഷ്യർക്കുള്ള ഭക്ഷണം ഭൂമിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ കാണിച്ച എക്കണോമി ഉണ്ടല്ലോ, അതാ പ്രസക്തം. എന്താ ഞങ്ങള് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കരുത്, വിശപ്പ് മാറാൻ ഭക്ഷണം കഴിക്കണം. വിശപ്പ് മാറാൻ ഭക്ഷണം കഴിക്കണം. ഊർത്തിനെതിരെ പറഞ്ഞത് പ്രവാചകനാണ്, ലീഗല്ല. ലീഗ് ആവർത്തിക്കുകയാണ്. നിങ്ങൾ ഭക്ഷണം കഴിക്കേണ്ടത് വയറ് നിറക്കാനല്ല, നിങ്ങൾ ഭക്ഷണം കഴിക്കേണ്ടത് നിങ്ങളുടെ വിശപ്പ് മാറാനാണ്. എന്നിട്ടാണ് ഈ ദൂർത്ത് മുഴുവൻ നമ്മൾ ഭക്ഷണം കൊണ്ടുണ്ടാക്കുന്നത്. പരിശുദ്ധ റമദാൻ പോലും നമ്മൾ ആഘോഷിച്ച് തീർക്കുന്നത്. നിങ്ങൾ ഒരു മനുഷ്യന്റെ ദൗത്യം നിർവഹിക്കേണ്ടിടത്ത് നിങ്ങളത് നിർവഹിച്ചേ മതിയാവും. ഞാൻ എൻ്റെ അടിക്കോട് മണ്ഡലത്തിൽ ആർദ്രം എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ബെഡ്ഡനായ ആളുകളെ കാണാൻ പോയി. ഒരാൾ എന്നെ എപ്പോഴും വിളിച്ചിട്ട് പറയും, ഷാജി എന്നോട് പറയും, നിങ്ങളൊന്ന് കാണണം. ഫോണിൽ എപ്പോഴും വിളിക്കും, നല്ല മുഴക്കമുള്ളൊരു ശബ്ദം കാണാം, നിങ്ങളെ കാണാൻ വരാൻ പറ്റാഞ്ഞിട്ടാണ് സാർ, ഒന്ന് വരണം. ഒരു ദിവസം ഞാൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോയി. ഞാനൊരു ഇടിഞ്ഞു പൊളിഞ്ഞ വീടാണ്. വീട്ടിനകത്തേക്ക് ഇങ്ങനെ കയറുമ്പോൾ അകത്ത് നിന്ന് ഒരു ശബ്ദം, വെൽക്കം സാർ, വെൽക്കം. നല്ല മുഴക്കമുള്ള ശബ്ദം. ഞാൻ അകത്ത് ചെന്ന് വീണ്ടും നോക്കിയപ്പോൾ ഒരു മുറിക്കകത്ത് ഒരു മനുഷ്യൻ കട്ടിൽ കിടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വിരലുകൾ ഒരു പക്ഷേ, അദ്ദേഹത്തിൻ്റെ കൈ ഒരു പക്ഷേ എൻ്റെ ഈ വിരൽ പോലെ ഉണ്ടാവും, സ്ഥൂലഗാത്രമായി. അദ്ദേഹത്തിൻ്റെ വലിയ ശബ്ദമാണ്. ഒന്നും ശരീരത്തിലൊന്നും ചലിക്കില്ല. 23 വർഷമായിട്ട് അയാൾ കിടക്കാണ്.
അദ്ദേഹം എൻ്റെ കൈയൊക്കെ പിടിച്ച് ഞാൻ അദ്ദേഹത്തിൻ്റെ കൈയൊക്കെ ഇങ്ങനെ പിടിച്ച് എന്നോട് പറഞ്ഞു, സാർ നിങ്ങൾ വന്നത് സന്തോഷം, വെറുതെയാണ് ഞാനൊന്നത് കാണാൻ വിളിച്ചതാണ്, എൻ്റെ MLA അല്ലേ. ഞാൻ അവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അദ്ദേഹത്തിൻ്റെ തലയുടെ മുകളിൽ തുണി ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ആ തുണി ഇങ്ങനെ മുഖത്തെത്താറായിട്ടുണ്ട്. മുകളിൽ നിന്ന് വല്ല പൊടിയും വീണാൽ ഇയാൾക്ക് തട്ടാൻ കഴിയില്ല. ഇയാൾക്കൊരു പെങ്ങളാണല്ലോ. ആ പെങ്ങള് പണിക്ക് പോകുമ്പോൾ അങ്ങനെ ആക്കിയിട്ടുണ്ട്. മുഷിഞ്ഞ് നാറിയിൽ പോകും. പുറത്തേക്ക് വരുമ്പോൾ ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ സുഹൃത്ത് അർഫാത്തിനോട് പറഞ്ഞു, നമുക്ക് എന്താണ് അർഫാത്ത് ചെയ്യാൻ? ഞാൻ പറഞ്ഞു, ഒന്നും വേണ്ട, നമുക്ക് ആ റൂമൊന്ന് വൃത്തിയായി കൊടുക്കാം. ഞാൻ 1-2 ആളുകളെ വിളിച്ചിട്ട് പറഞ്ഞ റൂമിന് ടൈൽസ് ഇട്ട് അതൊക്കെ ഒന്ന് ചെത്തി തേച്ച് മുകളിൽ ഒരു സീലിംഗ് ഒക്കെ വെച്ച് കൊടുത്ത് ബെഡൊക്കെ ഒന്ന് മാറ്റി ഒരു വാട്ടർ ബെഡൊക്കെ വെച്ച് ഒന്ന് വൃത്തിയാക്കി കൊടുത്തു. ഒരു ഫാനൊക്കെ വെച്ച് ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ഇറങ്ങുമ്പോൾ അവിടെ ഒരു ചെറിയ ചിത്രം ഉണ്ടായിരുന്നു, ഒരു കാവിൻ്റെ ചിത്രമാണ്. അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞാൻ ആ കാവിൽ പോയി വരുന്ന വഴിക്ക് കാല് വീണതാണ്, അന്ന് കിടപ്പിലായത്. ഞാൻ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു, അർഫാത്തിനോട് പറഞ്ഞു, ആ കാവിൻ്റെ ചിത്രം എല്ലാവരും ഇത് വലുതാക്കി കളച്ചു. കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അയാളെ വിളിക്കും, സാർ നിങ്ങൾ അന്ന് പെങ്ങളുണ്ടായില്ലേ ഞങ്ങൾ വന്നപ്പോൾ, ഞങ്ങളൊന്നുകൂടെ വരണം. ഞാനൊരു ദിവസം വീണ്ടും അയാളെ കാണാൻ വേണ്ടി പോയപ്പോൾ കാവിൻ്റെ ചിത്രത്തിൻ്റെ അടുത്ത് ഇയാൾ എൻ്റെ ഒരു ചിത്രം കൂടെ വെച്ചിട്ട് മാറിയിട്ടുണ്ട്. ഞാൻ മരിച്ചില്ല. ഞാൻ അയാളോട് പറഞ്ഞു, എനിക്കത് ഇഷ്ടമല്ല, ഞങ്ങൾ മാറ്റണം. ഞാൻ മാറ്റിച്ചു. ഞാൻ ചോദിക്കുന്നത്, ദൈവം എന്താണ്? അല്ലാഹു ആരാണ്? നിങ്ങളുടെ മുമ്പിലുണ്ടോ? നിങ്ങൾ സൂഫിസത്തിൽ പറയുന്നുണ്ട്, പുറത്തല്ല, അകത്താണ്. അല്ലാഹു നിങ്ങളെ നേരിട്ട് വന്ന് സഹായിക്കും. അല്ലാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നമ്മളിലേക്ക് വരുമ്പോഴാണ് അല്ലാഹുവിൻ്റെ സാന്നിധ്യം നിങ്ങൾക്കറിയാം. നിങ്ങൾക്കും എനിക്കും ഒക്കെ നിർവഹിക്കാൻ ഒരു ദൗത്യമുണ്ട്, അല്ലാഹു ഏൽപ്പിച്ച ദൗത്യം. അയൽക്കാരൻ നിങ്ങളെ ഒരു വിശ്വാസിയായി, വിശുദ്ധ ഖുർആൻ വിശ്വസിക്കുന്നവനായി, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, അത് വിശ്വസിക്കുന്നവനെ കാണുന്നത് നിന്റെ കർമ്മത്തിലാണ്. നിന്റെ കർമ്മത്തിലാണ്. എന്റെ അയൽപക്കത്ത് അല്ലാഹുവിന്റെ സാന്നിധ്യമുണ്ടെന്ന് തോന്നുന്നത് അവന് തോന്നുമ്പോ നീ ഉണ്ടാകും അവിടെ. അവന് നന്മ ചെയ്യാൻ അല്ലാഹു പറഞ്ഞ ഉത്തരവാദിത്വം നിർവഹിക്കാൻ നമ്മളിൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വമുണ്ട്. ആകാശത്തു നിന്ന് ഇറങ്ങി വന്ന് തന്നെ സഹായിക്കുകയല്ല, അല്ലാഹു പടപ്പുകളിലൂടെ ചില ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ ചില ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അത് നിർവഹിക്കാൻ കഴിയണം സ്നേഹമുള്ളവർ. അങ്ങനെ കഴിയുമ്പോഴാണ് നിങ്ങളും ഞാനും ജനിച്ചു വീണതിന്റെ കാര്യങ്ങൾ തീരുന്നത്. ഞാൻ ഇന്ന് രാവിലെ നമ്മളൊക്കെ എഴുന്നേറ്റില്ലേ, ഞാൻ പലപ്പോഴും കേരളത്തിൽ പറയാറുണ്ട്, 94,000 പേർ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് മൂത്രൊഴിക്കാനൊന്നും പോകാൻ കഴിയാത്തവരാണ്. 94,000 പേര്. ഞാനിങ്ങനെ ആരോഗ്യത്തിൽ ഇങ്ങനെ നടക്കുന്നത് നമ്മളൊക്കെ വലിയ പുണ്യം ചെയ്തുകൊണ്ട് ഇല്ലേ നമുക്കറിഞ്ഞൂടെ? ഇവരൊക്കെ 94,000 പേര് കിടക്കുന്നത് പാപം ചെയ്തിട്ട് അല്ല, അല്ലാഹുവിന്റെ പരീക്ഷ. അവിടെയാണ് നിങ്ങൾ നിർവഹിക്കാനുള്ള ഉത്തരവാദിത്വം. വീടില്ലാത്തവന് തന്റെ വിഹിതത്തിൽ നിന്ന് ഒരു വിഹിതം കൊടുത്തവന് വീട് വെച്ച് കൊടുക്കുമ്പോ ചെയ്യുന്ന ഉത്തരവാദിത്വം ഇതാണ്. ഇത് ചെയ്യാനാവുന്നില്ലെങ്കിൽ പിന്നെ എന്താണ്? ഇതിനെ കോർഡിനേറ്റ് ചെയ്യാൻ, അതിനാണ് KMCC. ഇതിനെ ഒരുമിപ്പിച്ച് നിർത്താൻ, അതിനാണ് മുസ്ലിം ലീഗ്. ലീഗ് എന്തിനാണ് എന്ന ചോദ്യത്തിന് ഒരുപാട് നിയമസഭാ മണ്ഡലങ്ങളുടെ കണക്ക് പറഞ്ഞ ഉത്തരമില്ല. ലീഗ് സങ്കടപ്പെടുന്നവന്റെ കൂടെ നിൽക്കാനാണ്, വേദനിക്കുന്നവന്റെ കൂടെ നിൽക്കാനാണ്. അവൻ തളരുമ്പോൾ എനിക്ക് ലീഗുണ്ടെന്ന ആശ്വാസം അവൻ നൽകാനാണ്. അതാണ് മുസ്ലിം ലീഗ്, അതാണ് KMCC. ഖത്തർ ഹരിത സംഘം